ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തൃശൂരിൽ തയ്യാറാക്കി വിജയിപ്പിച്ച പ്ലാൻ കേന്ദ്രം കേരളത്തിലെ സംഘടനയിൽ നടപ്പാക്കാൻ ബി.ജെ.പി. ദേശീയ നേതൃത്വം കണ്ടെത്തിയ പേര് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ ജീവിക്കാത്തതുകൊണ്ട് ഇവിടെ സൃഷ്ടിച്ച രാഷ്ട്രീയ മര്യാദയുടെ അതിർവരമ്പുകളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരില്ല പുതിയ പ്രസിഡന്റിന്. സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ പരീക്ഷിച്ച വെറുപ്പിന്റെ തന്ത്രങ്ങൾ പ്രതീക്ഷിക്കാം ഏത് ഘട്ടത്തിലും. നാടറിയുന്ന, നാട്ടുകാരെ അറിയുന്ന നേതാവ് വേണ്ട കേരളത്തിൽ ടച്ച് പിടിക്കാനുമെന്ന് ഇതുവരെ നയിച്ചവരെ കണ്ടപ്പോൾ ദില്ലിയിലിരിക്കുന്നവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏതെങ്കിലും പാർട്ടിയെ നയിക്കുന്ന ബിസിനസ് ടെക്നോക്രാറ്റ് പൊളിറ്റീഷ്യനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. പരീക്ഷണം തുണയ്ക്കുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ വരദ നിരീക്ഷകൻ, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, എൻ പി ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ, കെ ഷാജി മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ ഇതുവരെയുള്ള സംസ്ഥാന ബി.ജെ.പി. രീതികളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് താങ്കൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, ഇത് പൂർണ്ണമായും ബി.ജെ.പിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. ആഭ്യന്തര കാര്യത്തെ ഒരങ്കുലം മാറി നിന്ന് നോക്കി കാണുന്ന ഒരാളുടെ അനാലിസിസ് എന്ന് മാത്രം കരുതിയാൽ മതി. ഞാനിതിനെ കാണുന്നു. നോക്കൂ, കേരളത്തിൽ അത്രയും വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയുള്ള പാരമ്പര്യമുള്ള മനുഷ്യനല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ കോമ്പീറ്റൻസ് കാണിച്ചിട്ടുള്ള ഫീൽഡുണ്ട്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ്. അതിനകത്ത് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അങ്ങനെ കാണണ്ട, നമ്മൾ ആർക്കും അങ്ങനെ കാണേണ്ട കാര്യവുമില്ല. ഇവിടെ സംഭവിക്കുന്നത്, അദ്ദേഹം പല പ്രാവശ്യം പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം രാജ്യസഭയിലാണ് ജയിച്ചിട്ടുള്ളത്. ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഒരാൾ വരുമ്പം ആ സംഘടനയുടെ താഴെ തട്ടിലിരിക്കുന്നവരെ വരെ കോൺഫിഡൻസിൽ എടുക്കാൻ കഴിയണം. ഇപ്പം യഥാർത്ഥത്തിൽ ബി.ജെ.പി. ചെയ്തിരിക്കുന്നത്, എന്റെ അനുമാനമാണ്, യഥാർത്ഥത്തിൽ ഇവിടുത്തെ ബി.ജെ.പിക്ക് അകത്തുള്ള ഒരു ഇന്റേണൽ റിഫ്റ്റ് പല ഗ്രൂപ്പുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്ക് ഒരു തേർഡ് പേഴ്സൺ, ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ടാണോ രാജീവ് ചന്ദ്രശേഖർ വന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അങ്ങനെ ആണ് എന്ന് ഞാൻ സംശയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബി.ജെ.പിയുടെ ഒരു പരിപാടിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. താങ്കൾ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ, എത്രയോ വർഷമായി. അങ്ങനെ ഒരു ഫെമിലിയർ ഫേസ് ഒന്നുമല്ല. അദ്ദേഹം ഇലക്ഷന് വന്നു, ഇലക്ഷന് മത്സരിച്ചു, വളരെ ശക്തമായി മത്സരിച്ചു, പരാജയപ്പെട്ടു, പിന്നെ പോയി. പരാജയപ്പെട്ട ശേഷം, ഞാനത് ഓർമ്മിപ്പിക്കാം, പരാജയപ്പെട്ട ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾ വാർത്തയാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഐഡിയും തന്നെ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്ത് വ്യക്തമായി അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്, അല്ലേ? ആ പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന് പറഞ്ഞ് അത് കേരളത്തിൽ വലിയ വാർത്തയായ ശേഷം കേന്ദ്രത്തിൽ നിന്ന് ആരോ ഇടപെട്ട് പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് വലിയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ പൊതുപ്രവർത്തനം നിർത്താൻ വെച്ചാൽ, ഒരു ഇലക്ഷന് തോറ്റ ശേഷം പൊതുപ്രവർത്തനം നിർത്താൻ തീരുമാനിക്കുന്ന ഒരാൾ ബി.ജെ.പിയുടെ അധ്യക്ഷനായി വരുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണെന്നാണ് എന്റെ ഒബ്സർവേഷനിൽ, അത് ശരിയാണ്, അത് ഒബ്ജക്റ്റീവ്ലി കറക്റ്റുമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിലായിരുന്നില്ല കേട്ടോ ലാൽകുമാർ, മന്ത്രിമാരെ നിശ്ചയിച്ച കൂട്ടത്തിൽ പേരില്ലാതിരുന്നപ്പോഴാണ്. അപ്പം അല്ല, കറക്റ്റ്, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് ഒരാൾ പൊതുപ്രവർത്തനം നിർത്തുവാണോ? നമുക്ക് അങ്ങനെ ചോദിക്കാമല്ലോ, അല്ലെ? മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ആ മന്ത്രിസ്ഥാനം കിട്ടാത്ത ഒരാൾ പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തു പബ്ലിക്കായിട്ട്. ഞാൻ നോക്കൂ, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇടതുപക്ഷ രാഷ്ട്രീയമായിരിക്കും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിർത്തണമെന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ 3 പ്രാവശ്യം മത്സരിച്ച് മന്ത്രിയായിട്ടുള്ള ഒരാൾ ഈ പ്രാവശ്യം അദ്ദേഹത്തിനെ അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് പൊതുപ്രവർത്തനം നിർത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്ന ഒരാളാണ് കേരളത്തിൽ അധ്യക്ഷനായി വരുന്നത്. എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിസ്റ്റ് ആണ് അദ്ദേഹം എന്നൊരു ക്രിറ്റിസിസം ഞാൻ ഉന്നയിച്ചാൽ എങ്ങനെ ബി.ജെ.പിയുടെ ഒരു നേതാവ് അതിനെ റിബട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അതാണ് സത്യം. അപ്പം ഇവിടെ പല കോമ്പിനേഷനിലുള്ള ആളാണ്. ഇപ്പൊ കേരളത്തിൽ നോക്കൂ, സുരേന്ദ്രൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം, അതിനു മുമ്പ് വി മുരളീധരൻ, ഇവരൊക്കെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നു എന്നുള്ളൊരു ധാരണ അവര് തന്നെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അത് അവർ മെച്ചപ്പെട്ട പ്രവർത്തനമാണോ നടത്തിയിട്ടുള്ളത് എന്ന് ഞാനല്ല വിലയിരുത്തേണ്ടത്. യഥാർത്ഥത്തിൽ ബി.ജെ.പി. പ്രവർത്തകരും ബി.ജെ.പി. നേതൃത്വമാണ്. അതിനകത്ത് എനിക്കൊരു റോളില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കാര്യം അദ്ദേഹത്തെ ഇപ്പം ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ളവർക്ക്
യഥാർത്ഥത്തിൽ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി വന്നില്ല, പ്രോപ്പറായിട്ട് വന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. അതിനൊക്കെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഒക്കെ അക്കൗണ്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ പുതിയൊരാളെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ആ പുതിയൊരാള് എത്രമാത്രം ജനകീയനാണ്. ജനകീയൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കാര്യം നമ്മൾ പാർലമെന്റ് മെമ്പറായി അല്ലെങ്കിൽ മന്ത്രിയായി എന്ന് പറയുന്നതൊന്നും ജനകീയത ആകത്തില്ല. കാര്യം അത് അങ്ങനെയാണ് അതിന്റെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. എന്ത് പ്രവർത്തനമാണ് ആ ഒരു ബൂത്തിലെ അറിയാവോ, എത്ര ജില്ലാ പ്രസിഡന്റുമാരെ അദ്ദേഹത്തിന് അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബി.ജെ.പിക്ക് അതിൽ മറുപടി പറയാൻ പറ്റും. ശ്രീ ലാൽകുമാർ, തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശശി തരൂരിനെ വിറപ്പിച്ചല്ലോ. വലിയ രീതിയിൽ വോട്ട് നേടാനായിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഘടകമല്ലേ? അല്ല, അതിന് ഞാൻ വേറൊരു രീതി പറയാം. അദ്ദേഹത്തിനോട് ഇപ്പം കേരളത്തിലെ 14 ജില്ലയിലെ പ്രസിഡന്റുമാരാരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ ബി.ജെ.പിയുടെ ആരാന്ന്. അദ്ദേഹം അറിയത്തില്ലെന്ന് തന്നെ പറയാനേ സാധ്യതയുള്ളൂ. അതൊരു കുറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന 14 ജില്ലയിലെ ആൾക്കാർ, സംഘടന അദ്ദേഹത്തിന് ഈ പാരച്യൂട്ട് ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ് ബേസിക്കലി, അല്ലെ? കേരള പൊളിറ്റിക്സിലേക്ക് പാരച്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പാരച്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഇത്രയും റിഫ്റ്റ് ഉള്ള ഒരു സംഘടന നിൽക്കുമോ? അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് സ്ഥാപിച്ചു തരാം. നോക്കൂ, കേരളത്തിൽ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ശക്തന്മാരിൽ ശക്തനായിട്ടുള്ള ഒരാളായിരുന്നു കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് ഭീകരമായ RSS ബാക്കിംഗ് ഉള്ള ഒരാളാണ്. അദ്ദേഹം ബി.ജെ.പി പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ ശക്തമായി RSSുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് RSSന്റെ കാര്യാലയമായിട്ടും RSSകാരൻ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളത്തിലെ ബി.ജെ.പിക്ക് അകത്തെ പൊളിറ്റിക്സിൽ നിന്ന് പിടിച്ചിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു സുപ്രഭാതി ഗവർണറായി പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. RSSന്റെ പ്രവർത്തനത്തിൽ നിന്ന് പോയതാണ്. അപ്പൊ അങ്ങനെ കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് കേരളത്തിന്റെ പൊളിറ്റിക്കൽ പൾസ് അറിയാവുന്ന ഒരാളാണ്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നിഷേധിക്കാൻ പറ്റാത്ത കാര്യം. താങ്കൾ പറയുന്നത് ശരിയാണ്. കുമ്മനത്തിന്റെ സ്ഥിതിയാകുമോ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനും ഇവിടുത്തെ മറ്റ് നേതാക്കൾ എത്രത്തോളം സഹകരിക്കും എന്നുള്ളൊരു സമസ്യ അവിടെ നിൽക്കുന്നു. പക്ഷേ എന്താകും പുതിയ കാലത്തെ പരീക്ഷണം, അതിൽ ദേശീയ നേതൃത്വം എന്താണ് കണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ കൊണ്ടുവന്നതുപോലെ ദേശീയ നേതൃത്വം നേരിട്ട് തീരുമാനിച്ച പേരാണ് രാജീവ് ചന്ദ്രശേഖർ. ആ പേര് കുറച്ചു കാലമായി കേൾക്കുന്നു. ഇവിടെ 2 പക്ഷമുണ്ട്, കൃഷ്ണദാസ് പക്ഷം, മുരളീധര പക്ഷം. ആ 2 പക്ഷങ്ങൾ കാരണം പാർട്ടി ഇവിടെ വളരുന്നില്ല എന്നൊരു തോന്നൽ ദേശീയ നേതൃത്വത്തിലുണ്ട്. പലതവണ വന്നുപോയി ചർച്ചകൾ നടത്തിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുന്ന രീതിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ പാർട്ടിയെ വളർത്താൻ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാൾ വേണം എന്ന ആലോചന, അതിൽ ഏറ്റവും പ്രാപ്തനായ ആളായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ എന്ന തോന്നൽ. അത് ഏത് തരത്തിലാണ് കേരളത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ദേശീയ നേതൃത്വത്തിന്റെ ആ ഒരു പ്രതീക്ഷ എത്രത്തോളം രാജീവ് ചന്ദ്രശേഖരൻ നിറവേറ്റാൻ കഴിയും? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? ഞാൻ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര ലീഡർഷിപ്പ് തീർച്ചയായും കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള വളരെ കടുത്ത ഭിന്നതകൾ, ആഭ്യന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ, തർക്കം, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങൾ, ഇത് തീർച്ചയായും പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യം തർക്കമില്ല. കാരണം സാധാരണ നിലയിൽ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ പോലെയുള്ള അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷനെ പോലെയുള്ള പ്രധാനപ്പെട്ട പദവികളിലേക്ക് എപ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധമുള്ള, പാർട്ടിയുടെ ബേസുമായിട്ട് ബന്ധമുള്ള ലീഡേഴ്സിനെ തന്നെയാണ്, പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന ലീഡേഴ്സിനെ തന്നെയാണ് എല്ലാ പാർട്ടികളും അത്തരം പദവികളിലേക്ക് സാധാരണ നോമിനേറ്റ് ചെയ്യാറുള്ളത്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള, കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ പരസ്പരം അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങളിലെത്തുകയും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇതൊരു പ്രതിസന്ധിയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ BJP വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. BJPയുടെ സംഘടനാ സംവിധാനം വളർന്നിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ഒരു വലിയ ശക്തിയായതിനു ശേഷം കേരളത്തിൽ അവർക്കൊരു ബ്രേക്ക് ഔട്ടിനെസ് ഉള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം 7-8%, 87-ൽ 7-8% വോട്ടായിരുന്ന പാർട്ടി ഇന്നിപ്പോൾ 15 മുതൽ 20% വരെ വോട്ട് നേടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചുരുങ്ങിയൊരു മുന്നേറ്റം കൂടി നടത്താൻ
കഴിയുകയാണെങ്കിൽ BJP കേരളത്തിലെ ഒരു ഡിസൈസീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് അധികാരത്തിലേക്ക് മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വരാൻ കഴിയും. അപ്പോൾ അതിനകത്തുള്ള ഒരേ ഒരു തടസ്സം ഈ ആഭ്യന്തര യുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പുതിയ തന്ത്രങ്ങൾ പരിശോധിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ അവർ നടത്തിയ നീക്കം ഈ തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്നു, മറ്റ് എന്താ പറയുക പൊളിറ്റിക്കൽ അല്ലാത്ത ഇമേജുള്ള ഒരാളെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പ്രധാനമന്ത്രി വന്ന് തന്നെ നേരിട്ട് വന്നിട്ട് പ്രവർത്തനങ്ങൾ നടത്തി. അതെല്ലാം അത് വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തോറ്റപ്പോൾ പോലും ഏതാണ്ട് 17-18% വോട്ട് അഡീഷണലായിട്ട് അദ്ദേഹത്തിന് അവിടെ നേടാൻ കഴിഞ്ഞു. പിന്നീട് ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടിയോടെ അദ്ദേഹം വിജയിച്ചു. ആ തരത്തിൽ പുതിയ ഒരു മുഖം കൊണ്ടുവരികയാണെങ്കിൽ, പാർട്ടിക്ക് പുറത്തുള്ള ഒരു മുഖം പാർട്ടി ലീഡർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള ഒരു സോഷ്യൽ ഇക്കണോമിക് സിറ്റുവേഷൻ നോക്കിയാൽ ഈ മിഡിൽ ക്ലാസ്സിന് അമിതമായ ശക്തിയുള്ള, മിഡിൽ ക്ലാസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വലിയ മുൻതൂക്കമുള്ള ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയൊരു നോൺ പൊളിറ്റിക്കൽ ഫിഗറിനെ മുന്നോട്ട് കൊണ്ടുവച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാർട്ടിയെ ചലിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 5-6% ആളുകളെ, മധ്യവർഗത്തിലുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട് അതിനകത്തൊരു വസ്തുതയുണ്ട്. ആ വസ്തുതയുടെ തെളിവാണ് തൃശ്ശൂരടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ നേടിയത്. ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ള ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയും 4 തവണ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് ഈ ഒരു മിഡിൽ ക്ലാസ്സിനെ അപ്പീൽ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ്. ആ തരത്തിലൊരു പേഴ്സണാലിറ്റി ആ ലെവലിലോ അതിനേക്കാൾ കൂടുതലോ ഉള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനകത്തുള്ള മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ ശേഷിയുള്ള ഒരാളാണ് അദ്ദേഹത്തിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ നിന്ന് കേരളത്തിൽ ഇതുവരെ പ്രയോഗിച്ചെന്ന് വ്യത്യസ്തമായിട്ട് കുറേ മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് അദ്ദേഹം ഇതിനകം തന്നെ സ്ഥാപിച്ച ബന്ധങ്ങൾ അത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. അദ്ദേഹം ഒരു പുതിയ മുഖമാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ അത്തരത്തിലുള്ള മുഖങ്ങളെ, ഇതുവരെ നമ്മൾ കാണാത്ത ആളുകളെ, പുതിയ സാധ്യതകളെ പരിശോധിക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് പിന്തുണ നൽകാൻ തയ്യാറുള്ള ഒരു മനോഭാവം ഇന്ന് കേരളീയ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ നോക്കിയാൽ BJP പോലെ പാർട്ടിയെ ഒരു പക്ഷേ പെട്ടെന്ന് ഒരു 5-6% അഡീഷണൽ വോട്ടുകൾ പിടിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടായികയില്ല എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. തീർച്ചയായും ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഒതുക്കാനുള്ള ശേഷി, സംഘടനാ ശേഷി ലീഡർഷിപ്പിനുണ്ട്. പാർട്ടി അഖിലേന്ത്യാ ലീഡർഷിപ്പിനുണ്ട്, കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി രാഹുൽ ഈശ്വർ, ഇപ്പോൾ നേരത്തെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം വ്യത്യസ്തനാണ് താനും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തനായ ഒരു നേതാവ് കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP വലിയ തോതിൽ ഇവിടെ വളരും എന്നാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ? എന്താണ് രാജീവ് ചന്ദ്രശേഖരനെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? BJPക്ക് വലിയ തോതിൽ വളരാനുള്ള സ്കോപ്പ് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനിലൂടെ സംഭവിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ 2-3 പേരുകളായിരുന്നു നേരിൽ വരുന്നു കേട്ടത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ MT രമേശ് അടക്കമുള്ള, അല്ലെങ്കിൽ ശ്രീ ജേക്കബ് തോമസ് എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞ പേരുകളൊക്കെയുണ്ട്. അപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നമുക്ക് അറിയുന്നത് പോലെ ഈഴവ സമുദായത്തിൽ നിന്നും മധ്യവർഗത്തെ കൂടുതൽ അപ്പീൽ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ജനകീയ ഒരു വോട്ട് ക്യാച്ചറാണ്. രാജീവ് ചന്ദ്രശേഖർജി നായർ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വരുന്നതും അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ് എന്ന് ശ്രീ നരേന്ദ്രമോദി വളരെ ശരിയായി വിളിക്കുന്ന വലിയൊരു വിഭാഗത്തെ അപ്പീൽ ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രശ്നമല്ല. നേരത്തെ ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയതുപോലെ എല്ലാ ഗ്രൂപ്പുകളെയും കൂടെ എന്താ പറയുക യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കുമ്മനത്തിന് നല്ല അനുഭവമായിരുന്നില്ല. കുമ്മനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായുമാണ്. പക്ഷെ കുമ്മനഞ്ചേട്ടന്റെ കാര്യത്തിൽ കുമ്മനഞ്ചേട്ടൻ കുറച്ചുകൂടി ഒരു കാവ്യം എടുക്കാത്ത സന്യാസിയും ഒരു സർവ്വസമ്മതനുമായിരുന്നെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹത്തിന് സംഘടനാപരമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കാര്യത്തിൽ സത്യമാണ്. പക്ഷെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കുറെ കൂടെ, അതായത് ഈ മിഡിൽ ക്ലാസ്, നേരത്തെ ചേക്കുട്ടി സാർ വളരെ ശരിയായി പറഞ്ഞതുപോലെ മിഡിൽ ക്ലാസ്സിനെ അപ്പീൽ ചെയ്യുന്ന, നിഷ്പക്ഷ വോട്ടേഴ്സിനെ അപ്പീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ ഒരു കൗതുകം, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി BJPയിൽ വന്നാൽ അത് ഏറ്റവും പോസിറ്റീവ്ലി ഗുണം ചെയ്യുക ശ്രീ ശശി തരൂരിനായിരിക്കും.
കോൺഗ്രസിൽ ശശി തരൂർ ഉണ്ടായിരിക്കും. കാര്യം ഇവർ രണ്ടുപേരും കേറ്റർ ചെയ്യുന്ന സ്പേസ് ഒന്നാണ്. മിഡിൽ ക്ലാസ്, ആസ്പിറേഷണൽ, നോൺ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദ രാഷ്ട്രീയക്കാർ ആസ്പിറേഷൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വികസനം ഒരു കാര്യത്തിൽ പറയാതെ വയ്യ. ശ്രീ ശശി തരൂരിനെ പോലെ വിശ്വകോരനെ വലിയ രീതിയിൽ ചലഞ്ച് ചെയ്യുകയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു സ്കോപ്പ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായ ഒരുപാട് ഇക്കണോമിക് റിസോഴ്സ് ഉള്ള വ്യക്തിയാണ്, ഒരുപാട് നാഷണൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ ഉള്ള വ്യക്തിയാണ്. ഒരുപാട് പേരെ ആകർഷിക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒക്കെ ഒരുപാട് പേരെ ആകർഷിക്കാൻ കൂടി കേപ്പബിൾ ആയ വ്യക്തിയാണ്. മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ഈ ജാതി മത പരിഗണനകൾക്ക് അപ്പുറമുള്ള ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഈ ആകർഷണത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. രാഹുൽ, ഒരു ചെറിയ ഓഡിയോ പ്രശ്നമുണ്ട്. രാഹുൽ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ജോർജ് പൊടിപാറ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ നേടിയത് 3,42,078 വോട്ടുകളാണ്. ശശി തരൂർ നേടിയത് 3,52,155 വോട്ടുകളും. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും തരൂരിനെ വിറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം 2024 16,077 തരൂരിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിരമായി BJPക്ക് വോട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മേഖലകൾ കൂടാതെയുള്ള മേഖലകളിലേക്ക് കൂടി കടന്നു വരാൻ, തീരമേഖലകളിലേക്ക് കൂടി കടന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് കോവളം പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ സ്വീകാര്യനാകുന്നത് എന്നൊരു വിഷയമുണ്ടല്ലോ. കേരളത്തിന് പരിചിതനല്ല എന്ന ഒരു വാദം എത്രത്തോളം വിലപ്പോകും? സ്മൃതി, ആ വാദത്തിൽ വലിയ അർത്ഥമില്ല എന്നാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ശശി തരൂർ വരുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തെയും കേരളത്തിലെ വോട്ടർമാർക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അദ്ദേഹവും നവാഗതനായിരുന്നു. അദ്ദേഹത്തിനും വോട്ടർമാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലായിരുന്നു താനും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഘടകം വലിയൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ സ്ഥാനാരോഹണം, പുതിയ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കാരണം കേരളത്തിലെ BJP അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താ? BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പടലപിണക്കങ്ങൾ, അതിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം, ഇതൊക്കെയാണ് BJPയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഘടകം. ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് എന്ന രീതിയിലാണ് BJPയുടെ കേരളത്തിലെ അവസ്ഥ നമ്മൾ കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ ഗംഭീരമായ പ്രകടനം നടത്തും, അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനെയെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പിന്നോട്ടടിക്കുന്നു. ഇതിന് പ്രധാന കാരണം BJPയുടെ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഒരിക്കൽ പോലും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല. അവരെല്ലാം എപ്പോഴും വ്യത്യസ്ത ചേരികളായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താ? മുരളീധരനും അതുപോലെ സുരേന്ദ്രനും അടങ്ങുന്ന വിഭാഗം ഒരു ചേരിയിൽ, മറുവിഭാഗം PK കൃഷ്ണദാസും അതുപോലെ തന്നെ MT രമേശും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം മറുവശത്ത്. ഇത് രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ശോഭാ സുരേന്ദ്രൻ ഒരു സാന്നിധ്യമായിട്ടൊരു ശക്തിയായിട്ട് ഇതിനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ആരെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയാലും, സുരേന്ദ്രനെ തുടരാൻ അനുവദിച്ചാലും, ഇനി സുരേന്ദ്രന് പകരം മുരളീധരനെ പ്രസിഡൻ്റാക്കിയാലും, ഇനി ഇവരെ രണ്ടുപേരെ മാറ്റി ഈ ഊഴത്തിൽ MT രമേശിനെ പ്രസിഡൻ്റാക്കിയാലും, അതല്ല ശോഭാ സുരേന്ദ്രനെ പ്രസിഡൻ്റാക്കിയാലും പ്രശ്നങ്ങൾ വീണ്ടും കൂടുതൽ ഗുരുതരാകുകയുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരാളെ കേരളത്തിലെ പാർട്ടിക്കകത്തുനിന്ന് കണ്ടെത്താൻ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, നമുക്കറിയാം, ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ ആ പരീക്ഷണങ്ങളൊന്നും കേന്ദ്ര നേതൃത്വം വിചാരിച്ചതുപോലുള്ളൊരു വിജയത്തിലേക്ക് എത്തിയില്ല. ആകപ്പാടെ കേന്ദ്ര നേതൃത്വത്തിന് ആശ്വസിക്കാനും അഭിമാനിക്കാനും അല്ലെങ്കിൽ കിട്ടിയത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയ വിജയമാണ്. ആ വിജയമാകട്ടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ സംസ്ഥാനത്തെ പാർട്ടിയുടെയോ ക്രെഡിറ്റിൽ മാത്രം ഇടാൻ കഴിയുന്നൊരു കാര്യമല്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മുഴുവൻ സമയ പ്രവർത്തകനല്ലാത്ത ആ പാർട്ടിക്ക് പുറത്ത് വോട്ടുകൾ നേടാനും അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരു സിനിമാ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉള്ള മാസ് അപ്പീൽ, ഇത് കൂടാതെ ഏതാണ്ട് ഒരു തോൽവിക്ക് ശേഷം 5 വർഷക്കാലം ആ മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് നേടിയ ഒരു അപ്പീൽ, ആ സ്വീകാര്യത. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ ഗംഭീര പ്രകടനമാണ്. അതായത് ശശി തരൂരിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിക്കെതിരെയായിരുന്നു ആ പ്രകടനം.
അതായത് തിരുവനന്തപുരത്ത് എലൈറ്റായിട്ടുള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും എലൈറ്റായിട്ടുള്ള വോട്ടർമാരുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. മധ്യവർഗവും അതുപോലെ തന്നെ ഉപരിവർഗവും ഒക്കെ ധാരാളമുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും ഈവൻ ടെക്നോക്രാറ്റ്സ് പോലും ഈ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലൊക്കെയുള്ള, അങ്ങനെ നോക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വൻതോതിലുള്ള ഒരു മണ്ഡലം, ടെക്നോക്രാറ്റ്സ് ധാരാളമുള്ളൊരു മണ്ഡലം, ഇതെല്ലാമായിട്ട് അവിടെ ശശി തരൂരിനെ പോലെ ഒരാളെ അടിമുടി വിറപ്പിച്ച് അവസാനം ആ മത്സ്യത്തൊഴിലാളി മേഖലയിലല്ല അവിടെ കിട്ടിയ ഒരു എഡ്ജ് അല്ലെങ്കിൽ ശശി തരൂർ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞതിന്. മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPക്ക് മേധാവിത്വമുള്ള നേമത്തൊക്കെ അദ്ദേഹം കഴിഞ്ഞ തവണ ഭൂരിപക്ഷം എത്രയോ കൂടുതൽ വർദ്ധിപ്പിച്ചു. അതുപോലെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും അതുപോലെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും BJPയുടെ സ്വാധീനശേഷി വർദ്ധിപ്പിക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ജനകീയനല്ല, അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയില്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോക്രാറ്റാണ്, വലിയൊരു ബിസിനസ് ടൈക്കൂണാണ്, അദ്ദേഹം കേരളത്തിൽ അല്ല പഠിച്ചത്, ജനിച്ചത്, വളർന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ജനങ്ങളെ ആകർഷിക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാക്ഷാൽ ശശി തരൂരിനെ പോലും വിറപ്പിക്കാനും കഴിഞ്ഞു എന്നത് നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ഇത് കേന്ദ്ര നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ്, അതായത് കേരളത്തിൽ ഒരു വിഭാഗത്തിൻ്റേതുമല്ലാത്ത എന്നാൽ എല്ലാവരുടേതുമായിരുന്ന നേതാവ്. മാത്രമല്ല, കേരളത്തിലെ ഏതെങ്കിലും വിഭാഗം അദ്ദേഹത്തിനിട്ട് പണി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കുകയില്ല. കാരണം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഈ പദവിയിലേക്ക് നിയോഗിച്ചത് കേന്ദ്ര നേതൃത്വമാണ്. ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായായിട്ടും JP നദ്ദയായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ആ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കൺസ്ട്രെയിൻസ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും അതിലേക്ക് വിശദമായി വരാം. ഈ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് ഞാൻ ശ്രീ ലാൽകുമാറിലേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് പിരിയുകയാണ്. ശ്രീ ലാൽകുമാർ, ഈ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അതീതനായി സ്വീകാരനാവുക, അദ്ദേഹം ഒരു ബിസിനസ് ലോകത്തിൽ നിന്നും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നു. അങ്ങനെ വന്ന ശേഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവാൻ സാധിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ ബിസിനസ് ബന്ധങ്ങളും ഒരു ഘട്ടത്തിൽ ചർച്ചയായതാണല്ലോ, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് EP ജയരാജനുമായുള്ള ബന്ധം. അപ്പോൾ ആ തരത്തിൽ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന രീതിയിലുള്ള ഒരു വിമർശനം കൂടി ഒരു വശത്ത് വരുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? നോക്കൂ, ഈ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന് പറയുന്നതും ആരും തമ്മിൽ പ്രശ്നമില്ലാത്തതെന്ന് പറയുന്നത് രണ്ടാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ പൊളിറ്റിക്കൽ കാരാപ്പേസിൽ ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ആ പൊളിറ്റിക്കൽ സ്പിയറിൽ ഇല്ലാത്ത ഒരാള് പുതിയൊരാൾ വരുമ്പം ആരും തമ്മിൽ ആർക്കും പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നമില്ല എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ന ആൾ ഇന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂട്ടത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ രാജീവ് ചന്ദ്രശേഖറിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ടെംപ്ലേറ്റിന്റെ ഒരു പ്രശ്നം എന്നറിയോ, ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യത്തിന് ഒന്നിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നില്ല, കാരണം ഡിസ്കാർഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവരെല്ലാം എടുക്കുന്ന എക്സാമ്പിൾ ട്രിവാൻഡ്രം വെച്ചാണ്. ട്രിവാൻഡ്രത്ത് ഇത്ര വോട്ട് കിട്ടി എന്ന ഒരു അർത്ഥത്തിൽ ഒരു BJP അധ്യക്ഷനാകാൻ കഴിയും. ഇപ്പൊ ഒരു ഉദാഹരണം, ടേക്ക് ദ കേസ് ഓഫ് ശശി തരൂർ. ശശി തരൂർ കേരളത്തിന്റെ KPCC പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാന്ന് ചോദിച്ചാൽ അല്ല. ഇത് സത്യസന്ധമായ കാര്യമാണ്. അദ്ദേഹം ചിലപ്പോൾ AICC പ്രസിഡന്റ് ആയാൽ ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം, പക്ഷെ KPCC പ്രസിഡന്റ് ആകാൻ അദ്ദേഹം യോഗ്യനല്ല. പക്ഷെ ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. രണ്ടും തമ്മിൽ മിക്സ് ആയി പോരും. നമുക്ക് ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, അവിടുത്തെ പൊളിറ്റിക്കൽ സ്പേസിൽ അദ്ദേഹം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് തർക്കമില്ല. പക്ഷെ അതാണോ യഥാർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത്? അതിന്റെ ഇഫക്റ്റ്, ഒരു കാസ്കേഡിങ് ഇമ്പാക്ട് ഉണ്ടാവൂ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാസർഗോഡ് അല്ലെങ്കിൽ ഈ കണ്ണൂര്, അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷനെ കുറിച്ചൊക്കെ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ഇടപെട്ട് തീരുമാനം എടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ അടുത്തൊരു പ്രശ്നം, അദ്ദേഹത്തെ അമിത്ഷായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ നേരിട്ട് അപ്പോയിന്റ് ചെയ്തതാണ്. നോക്കൂ, അപ്പൊ സുരേന്ദ്രന്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ മണ്ടയ്ക്കോ അമിത്ഷായ്ക്കോ ഒന്നും ഒരു കൺട്രോൾ ഇല്ലെന്നാണോ? അങ്ങനെയല്ല. ആ ഘട്ടത്തിലൊക്കെ സംസ്ഥാനത്ത് നേതാക്കൾക്ക് ഒരു സേ ഉണ്ടായിരുന്നു. സംസ്ഥാന നേതാക്കൾ ഒരു പേര് നിർദ്ദേശിക്കുന്നു, അതിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നു എന്ന രൂപത്തിലേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ആ രീതി മടുത്തിരിക്കുന്നു കേന്ദ്ര നേതൃത്വത്തിന്. അല്ല, ആയിരിക്കാം, അത് അവരുടെ. നോക്കൂ, ഇതൊരു ആഭ്യന്തര കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവർക്കും എടുത്തിട്ടുണ്ടാകാം, അതിപ്പം നമുക്കറിയത്തില്ല. അവർക്ക് ബെറ്റർ പെർഫോമൻസിന് വേണ്ടി വേറൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്താം. അതൊന്നും നമ്മുടെ ചോയ്സിൽ വരുന്നൊരു കാര്യമല്ല. പക്ഷേ
ഇത് ഈ പറയുന്ന നരേന്ദ്രമോദിയെ നേരിട്ടറിയാം എന്ന് പറഞ്ഞെങ്കിൽ നദ്ദയെ നേരിട്ടറിയാം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ ആവും എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് തോറ്റ് മന്ത്രിസ്ഥാനം കിട്ടാതെ വന്നപ്പോ പുറകോട്ട് വലിയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. കാര്യം അത് ഈ പറയുന്ന എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും. അദ്ദേഹം ഇപ്പൊ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്റെ മനസ്സിലിരിക്കുന്ന കാര്യം, അദ്ദേഹം ഈ പറയുന്ന BJP അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തനം നടത്തി അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് ആ സീറ്റ് പിടിക്കാനായിരിക്കും നോക്കുന്നത്. അത് BJPക്ക് അങ്ങനെ നിയമസഭയിലേക്ക് വരാമല്ലോ. BJP സംസ്ഥാന അധ്യക്ഷൻ നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്രത്തിലെ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന പാറ്റേണിലാണോ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമസഭയിലേക്ക്? എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് സ്മൃതിക്ക് അറിയാവുന്ന കാര്യമാണ്. കണക്കടിസ്ഥാനം അറിയാവുന്ന ആളാണ് അല്ലേ? തിരുവനന്തപുരത്ത് വളരെ ശക്തമായി O രാജഗോപാൽ പെർഫോം ചെയ്യുമ്പോഴും കുമ്മനം രാജശേഖരൻ പാർലമെന്റിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പാർലമെന്റിൽ പെർഫോം ചെയ്യുമ്പോഴും അവരുടെ പെർഫോമൻസ് അസംബ്ലി ഇലക്ഷനിൽ പതറ്റിക്കാണ്. അതാ പറഞ്ഞു, പാറ്റേൺ നമ്മൾ വോട്ട് ചെയ്യുന്ന ആളെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ പ്രവർത്തന രീതി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവിടെ ഒരു ലോക്കൽ നേതാവ് ഇപ്പൊ CPM ഫീൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺഗ്രസിന് ഫീൽഡ് ചെയ്യാൻ പറ്റും. അത്രയും കോമ്പീറ്റന്റ് ആയിട്ടൊരു കാൻഡിഡേറ്റിനെ BJPക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ തിരുവനന്തപുരത്തുള്ള എല്ലാ മണ്ഡലത്തിലും രാജീവ് ചന്ദ്രശേഖരന് മത്സരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ അതാ നമ്മൾ പറഞ്ഞേ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതുവഴി നമ്മൾ കേരളം മറിഞ്ഞു പോകുന്നു എന്നുള്ളൊരു ധാരണ ഞാൻ പറഞ്ഞില്ല, ഒരു ഡിഫറൻസും വരുത്തത്തില്ല എന്നുള്ളൊരു പോയിന്റ് ഞാൻ വെക്കുന്നേ ഇല്ല. പക്ഷേ അതൊരു വലിയ ഒരു മാജിക്കൽ ചേഞ്ചിനുള്ള സാധ്യത തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു മീ നോ. അതാണ് എനിക്ക് തോന്നുന്നത്. കെ ഷാജിയിലേക്കാണ്. ശ്രീ കെ ഷാജി, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സംഘടനാ പ്രവർത്തനത്തിലൂടെ അല്ലാതെ സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യത്തെ നേതാവാണ്. അപ്പോൾ ഇനി സംഘടനാ പ്രവർത്തനത്തിലൂടെ വേണ്ട ഒരു ആൾക്ക് തലപ്പത്തെത്താൻ എന്ന ഒരു സന്ദേശം കൂടിയാണ് തരുന്നതെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? നേരത്തെ ലാലുവിടെ പറഞ്ഞതുപോലെ ഇതൊരു BJPയുടെ ആഭ്യന്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരെ അവരുടെ സംസ്ഥാന യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആക്കണം, അതെങ്ങനെ വേണം, അതിൻ്റെ എന്ത് മാനദണ്ഡം വേണം എന്നൊക്കെ ഉള്ളത് അവരുടെ ദേശീയ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് വിശ്വാസത്തിലെടുത്തുകൊണ്ടോ അവരുമായി ചർച്ച നടത്തിക്കൊണ്ടോ അല്ലാതെയോ തീരുമാനിക്കാം. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകെ തന്നെ ഏറ്റവും കൂടുതൽ RSSൻ്റെ യൂണിറ്റുകളുള്ള ഒരു വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന RSS യൂണിറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒപ്പം തന്നെ വളരെ സുസംഘടിതമായിട്ടുള്ള സംഘടനാ സംവിധാനം ജനസംഘത്തിൻ്റെ കാലം തൊട്ട് തന്നെ കേരളത്തിൽ നിലവിലുണ്ട് പാർട്ടിക്ക്. അപ്പോൾ അവർക്ക് ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്, ഭൂരിപക്ഷ സമൂഹത്തെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും BJPയുടെ സംഘടനാ സംവിധാനം കേരളത്തിൽ വളരെ ശക്തമായിരുന്നു. ഒപ്പം തന്നെ ഈ പാർട്ടിക്ക് ഒരിക്കലും നേതാക്കന്മാരുടെ ക്ഷാമം ഉണ്ടായിട്ടില്ല. അത് KG മാരാരുടെയും O രാജഗോപാലിൻ്റെയും കാലം തൊട്ട് തന്നെ നമ്മൾ നോക്കിയാൽ എല്ലാ കാലത്തും ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിലെ പോലെ അല്ലെങ്കിൽ CPM പോലെ തന്നെ വിഭാഗീയതയോ ഗ്രൂപ്പിസത്തിനോ ഒന്നും BJPയിൽ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങൾ ഉണ്ടായിട്ടിരിക്കുകയും O രാജഗോപാൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതൊഴിച്ചാൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയതൊഴിച്ചാൽ കാര്യമായിട്ടുള്ള വിജയങ്ങൾ ഇവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പോലും വളരെ കുറച്ചു മാത്രം വിജയമുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ പാർട്ടിക്ക് ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ, അധികാരം വടംവലിയുടെ കാര്യത്തിൽ, നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോയുടെ കാര്യത്തിൽ ഒരു ക്ഷാമവുമില്ല. അതിൽ പലപ്പോഴും മറ്റു പാർട്ടികളെ കടത്തിവിട്ടുന്ന രീതിയിലാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഔട്ട്സൈഡറായിട്ടുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത പലരും പറഞ്ഞു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വലിയ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം പല സ്ഥലത്തും ഏതാണ്ട് 4 അസംബ്ലി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിച്ചു അല്ലെങ്കിൽ വെല്ലുവിളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വേറെ സവിശേഷമായൊരു ഘടകം തിരുവനന്തപുരം എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിലുണ്ട്, അതിലേക്ക് വരാം. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു ടെക്നോക്രാറ്റാണ്, മറുവശത്തൊരു ബിസിനസ്സുകാരനാണ്. ഒപ്പം തന്നെ കർണാടകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല. അവിടെ തന്നെ രാജ്യസഭയിലേക്ക് പോയിട്ടാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ BJP നേതൃത്വത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വളരുന്നത്. നമ്മൾ നോക്കിയാൽ 2006 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് കർണാടകത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെ അൺഓപ്പോസിഡ് ആയിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത്. അങ്ങനെ പക്ഷേ കേരളവുമായിട്ട് വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല. ഏതോ സമയത്ത് പത്രവാർത്തകളോട് നമ്മൾ അറിയുന്നു NDAയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന്. ഈ അടുത്ത കാലം വരെ അദ്ദേഹം NDAയുടെ ചെയർമാനായി കേരളത്തിലുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷെ അപ്പോഴൊന്നും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മൾ അറിഞ്ഞില്ല.
പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ വരുന്നു, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അത് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ പ്രത്യേകിച്ചും നേമത്തും കോർപ്പറേഷൻ മേഖലയിലൊക്കെ ആയിട്ട് BJPക്ക് എത്രയോ കാലമായിട്ട് ജനസംഘത്തിൻ്റെ കാലം തൊട്ട് അത് 1987 നടന്ന മത്സരങ്ങളിലൊക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വോട്ട് നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കോവളത്ത് വോട്ട് കൂടി. കോവളത്ത് രാജീവ് ചന്ദ്രശേഖർ 36,136 വോട്ട് നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഘടകങ്ങളാണ്. കാരണം ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വന്ന ഒരു മധ്യവർഗത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാക്കിയ ഒരു അപ്പീൽ, അതുപോലെ തന്നെ വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം ശശി തരൂർ ഒരു അദ്ദേഹത്തുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ വലിയൊരു ഘടകം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മോഡിയുടെ അദ്ദേഹത്തിന് മറ്റൊരു വട്ടം കൂടി മറ്റൊരു ഊഴം കൂടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശശി തരൂരിന് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ, അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഉയർച്ച, രാജ്യാന്തര തരത്തിലുള്ള എക്സ്പോഷർ, അതുപോലെ തന്നെ ഈ ടെക്നോളജിയുമായിട്ടൊക്കെയുള്ള ആഭിമുഖ്യം, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ഇലക്ഷനിൽ മത്സരിക്കാൻ നല്ല ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മെച്ചമാണ്. മറുവശത്ത് ഒരുപാട് ഗ്രൂപ്പുകളുള്ള തമ്മിലടിക്കുന്ന അമിത്ഷായും മോഡിയും പോലും പറഞ്ഞാൽ കേൾക്കാതെ ഒത്തുപോകാൻ വിസമ്മതിച്ച് പല ഘടകങ്ങളായി ഭിന്നിച്ച് നിൽക്കുന്ന ഈ ഗ്രൂപ്പിനുള്ള ഈ സംസ്ഥാന യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഒരു ഒരുമയുടെ കോർഡിനേഷൻ്റെ ഒന്നിച്ചു കൊണ്ടുപോകലിൻ്റെ ഒരു പ്രക്രിയ രാഷ്ട്രീയത്തിൽ കമ്പാരിറ്റീവ്ലി ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇൻട്രിക്കസീസിലേക്കൊന്നും പോകാത്ത ഒരു മനുഷ്യന് കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ കർണാടകത്തിലായാൽ പോലും അദ്ദേഹം സംസ്ഥാന യൂണിറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഉൾപാർട്ടി പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഏർപ്പെട്ടതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ദേശീയ തലത്തിൽ പോലും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, BJPയുടെ സ്പോക്സ് പേഴ്സണായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഒരു വാറിങ് നടക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ വളരെ ഇൻഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഏത് തരത്തിലാണ് ഈ സ്ട്രാറ്റജി? ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുക, കഴിഞ്ഞ കുറേ കാര്യം സുരേന്ദ്രൻ നമ്മൾ കാണുന്നു, ഈ ഇപ്പോൾ സ്ഥാനം രഹിതരായി പോകുന്ന സുരേന്ദ്രൻ മുമ്പ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർഗീയത ഒരു വളരെ മൂടിവെച്ച വർഗീയതയായിരുന്നു. വളരെ കുറച്ച് അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം അക്കാലത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ പോലെ അഴിമതി, സ്വജനപക്ഷപാതം, ക്രമക്കേടുകൾ ഇതൊക്കെയാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ സമയത്ത് വളരെ വലിയ തമാശകരമായ കാര്യം, അദ്ദേഹം പലപ്പോഴും പത്രസമ്മേളനത്തിൽ പറയും എൻ്റെ ഒരുപാട് രേഖകളുണ്ട്, ഞാൻ അടുത്ത പത്രസമ്മേളനത്തിൽ രേഖകൾ പുറത്തുവിടും. പക്ഷെ അങ്ങനെ രേഖകൾ പുറത്തുവിടാതിരിക്കുകയും സുരേന്ദ്രൻ്റെ രേഖകളെക്കുറിച്ച് കേരളത്തിൽ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് ആ ഒരു തലത്തിൽ വികസനത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ, അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് വോട്ടാകില്ല എന്ന തിരിച്ചറിവിലാണ് സുരേന്ദ്രനെ കുറിച്ചുകൂടി അഗ്രസീവായ, പലപ്പോഴും മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് മറ്റൊരു പ്രസിഡന്റ് വരുമ്പോൾ ഇനി എന്തു പറഞ്ഞാലാണ് ഈ കേരളത്തിലെ നിലവിലുള്ള ഡെമോഗ്രാഫി ഇവിടെ കളമശ്ശേരിയിൽ സ്ഫോടനമുണ്ടായ സമയത്ത് അതിന് പിന്നിൽ മുസ്ലിം വിഭാഗമാണ് എന്ന രീതിയിൽ ആദ്യം പ്രതികരിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്, ഓർക്കുന്നില്ലേ? തീർച്ചയായും, അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഒപ്പം തന്നെ ഈ വലിയൊരു വെല്ലുവിളി ഉള്ളത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നല്ലൊരു പങ്കിനെ കൂടെ നിർത്താതെ BJP ആഗ്രഹിക്കുന്ന രീതിയിൽ BJPക്ക് ഇവിടെ വളരാൻ കഴിയില്ല. അപ്പം അതിൽ ഒരുപാട് ബിഷപ്പുമാരും ഒരുപാട് ക്രൈസ്തവ നേതാക്കന്മാരും ഒക്കെ BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ പല ഘട്ടങ്ങളിൽ ഇറക്കിയെങ്കിലും ഈ മണിപ്പൂരൊക്കെ വലിയൊരു തടസ്സമായിട്ട് ഇറക്കി വരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തു തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്, അതായത് ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടും മറ്റൊരു വിഭാഗത്തെ കൂടുതലായി തങ്ങളോട് അടുപ്പിച്ച് നിർത്തിക്കൊണ്ടും ഉള്ള ഒരു വിജയതന്ത്രം അദ്ദേഹം സ്വീകരിക്കുമോ? ആ രീതിയിലുള്ള ഒരു ഇലക്ഷൻ തന്ത്രമായിരിക്കും മുന്നോട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അതൊരു വെല്ലുവിളിയാണ്. മറുവശത്ത് സ്വന്തം സംഘടനാ സംവിധാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അസംതൃപ്തരുണ്ട്. ഇപ്പോൾ അസംതൃപ്തരുടെ കൂട്ടത്തിലേക്ക് സുരേന്ദ്രനും ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായി നമ്മൾ കേട്ട കാര്യങ്ങൾ. അദ്ദേഹം പറയുന്ന രീതിയൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം വലിയ ഹാപ്പിയല്ല. അപ്പോൾ ഒരുപാട് അസംതൃപ്തരായ മനുഷ്യർ ഉള്ള ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എത്ര നാളായി നമ്മൾ കേട്ടോണ്ട് ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിലേക്ക് വരും. അത് അവർ വലിയൊരു, കാരണം അവരൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ തന്നെ നന്നായി വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളുടെ ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്, താഴെത്തട്ടിലുള്ള ബന്ധങ്ങളുണ്ട്, ആളുകളെ പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധങ്ങളുണ്ട്, ആളുകളെ കൂട്ടായി കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ ചില ആളുകളോട് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിലും ഭൂരിപക്ഷത്തോട് ഒത്തുപോകാൻ പറ്റും ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. ഹിന്ദുത്വം കൊണ്ട് അത്യാവശ്യം വർഗീയത പറയാനും കഴിയും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ
ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിന് വെളിയിലെങ്കിലും പാർട്ടിയുടെ താഴെത്തട്ടുള്ള നേതാക്കന്മാർക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ അടുത്തറിയാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സംഘടനയെ മൊത്തത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാഹുൽ ഈശ്വർ അതിന് ഒരു മറുപടി. അതായത് ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷന്മാർക്കൊക്കെ തന്നെയും ഈ നാടുമായി ബന്ധം അല്ലെങ്കിൽ പ്രവർത്തകരുമായി ബന്ധം, ഓരോ ജില്ലാ ഘടകത്തെയും അറിയാം, അവിടുത്തെ പ്രധാന നേതാക്കളെ അറിയാം, അവർ ഏത് ഗ്രൂപ്പുമായി ചേർന്ന് നിൽക്കുന്നു എന്നുകൂടി അറിയാം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വോട്ട് നേടാനായി എന്നത് മാത്രം ഒരു യോഗ്യതയായി കണ്ടാൽ കേരളം മുഴുവനുള്ള പാർട്ടിയെ ചലിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഓരോ ജില്ലാ നേതൃത്വങ്ങൾ, ജില്ലാ ഘടകങ്ങൾ മാത്രമല്ല, ഇവിടെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ വേണമല്ലോ. അപ്പോൾ ആരാണ് ടീം രാജീവ് ചന്ദ്രശേഖറായി വരിക എന്നൊരു ചോദ്യമുണ്ട്. നിലവിലെ ടീം 2 വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ആ നേതാക്കളെ കൂടെ കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖറും വലിയ താല്പര്യമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ആ ഘട്ടത്തിൽ ഈ കെ സുരേന്ദ്രൻ വിഭാഗത്തിൽ നിന്നും പിന്തുണയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മറുവിഭാഗത്തിൽ നിന്ന് പിന്തുണ അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇനിയിപ്പോൾ അതെത്രത്തോളം സാധ്യമാണ്? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരന് പിന്നിൽ അണിനിരക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണദാസ് പക്ഷം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോ ഒരുപാട് പേര് വിമർശിച്ചത് തിരുവനന്തപുരത്ത് എത്ര സ്ഥലങ്ങളുടെ പേര് അദ്ദേഹത്തിന് അറിയാം എന്നൊക്കെ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മളെല്ലാം കണ്ടതാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വളരെ അക്കോമഡേറ്റിംഗ് ആയ ഒരു വ്യക്തിയാണ്. അതായത് കൂടുതൽ ആൾക്കാരെ നിർത്താനും പേഴ്സണൽ സ്പേസ് കൊടുക്കാനും വളരെ റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാനും ഒക്കെ കണ്ടതാണ്. അദ്ദേഹവും ശശി തരൂരും ശ്രീ പന്യൻ രവീന്ദ്രൻ സാറും ഒക്കെ സംസാരിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. അദ്ദേഹം വളരെ പൊളൈറ്റ് ആണ്. അപ്പൊ അദ്ദേഹം ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൊളൈറ്റ് ആയ, എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം, അദ്ദേഹം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നതിന് പകരം അവരെ കൂടെ നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാണ് കൂടുതൽ സാധ്യത. അതോടൊപ്പം ഡെമോഗ്രഫിയാണ് ഡെമോക്രസി എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്. അതായത് കേരളത്തിന്റെ ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ BJP-യിലേക്ക് കൂടുതൽ പണ്ട് മുതലേ ആകർഷിക്കപ്പെടുന്നത് 1 മുതൽ 3% വരെയുള്ള ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ആയിരുന്നു ആദ്യം. പിന്നീടാണ് നായർ കമ്മ്യൂണിറ്റി 12 മുതൽ 15% ഉള്ളത്. പിന്നീട് BDJS അടക്കം ഉള്ള എക്സ്പെരിമെന്റിലൂടെ ഈഴവ കമ്മ്യൂണിറ്റി, പിന്നീട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷൻ കൂടെയുണ്ട്. കോൺഗ്രസ് എന്നും സെന്റർ ലെഫ്റ്റ് ആണ്, എന്നാൽ BJP എന്നും സെന്റർ റൈറ്റ് ആണ്. സെന്റർ റൈറ്റിൽ സ്വത്വ രാഷ്ട്രീയം അതിന്റെ ഒരു ഓർഡർ ഓഫ് ദി ഡേ ആണ്, അല്ലെങ്കിൽ അടിസ്ഥാനമാണ്. ഇപ്പൊ CPM ഒക്കെ നിൽക്കുന്ന സ്പേസ് പലപ്പോഴും ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ ആണെങ്കിൽ, സെന്റർ റൈറ്റിൽ നിൽക്കുന്ന പാർട്ടികൾ ഐഡന്റിറ്റീസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ സ്വത്വ രാഷ്ട്രീയത്തെ കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. കോൺഗ്രസിൽ തന്നെയുള്ള ഈ ബ്രാഹ്മിൺ ബനിയ ഗ്രൂപ്പുകളാണ് ആദ്യകാല ഗാന്ധിജിയുടെ കോൺഗ്രസിലുള്ള ബ്രാഹ്മിൺ ബനിയ ഗ്രൂപ്പുകളാണ് പിന്നീട് BJP-യിലേക്ക് അതിശക്തമായി ബേസായി പോകുന്നത്. ഇന്ത്യയിലെ പല പാർട്ടീസും, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ഇന്ത്യയിലെ ഫോർവേഡ് ക്ലാസ്, ഇതാണ് BJP-യുടെ ബേസായി ഫോം ചെയ്തത്. ശ്രീ നരേന്ദ്രമോദിക്ക് വന്നതിന് ശേഷമാണ് അത് വലിയൊരു OBC ഇൻഫ്ലക്സ് അതിലേക്ക് ഉണ്ടാകുന്നത്. ശ്രീ നരേന്ദ്രമോദി എന്ന OBC ആണ് ഒരു വലിയ OBC ലീഡറായി കൂടി തന്നെ പുഷ് ചെയ്ത് പോകുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോ ഒരു വിശാല ഹിന്ദു ഐക്യവും അതോടൊപ്പം ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ഉള്ള ബേസിലായിരിക്കും അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ കളമശ്ശേരിയുടെ കാര്യത്തിൽ മാത്രം വിമർശിക്കുന്നതിന് അർത്ഥമില്ല. കാര്യം അങ്ങനെയായിരുന്നു ഒരുപാട് പേരൊക്കെ ധരിച്ചത്. കളമശ്ശേരിയിൽ സംഭവിച്ചത് അങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തിലെ ആളാണ് ചെയ്തതെന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു. പിന്നീട് മാർട്ടിൻ ആണെന്ന് വെളിയിൽ വരികയും മറ്റുമൊക്കെ ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ കുറെ കൂടെ പ്രോ ഹിന്ദു ആണ്, പക്ഷെ ആന്റി മുസ്ലിം അല്ല. അദ്ദേഹം ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു കരുതൊക്കെയുണ്ട്. ഒരു കാര്യം കൂടെ എനിക്ക് സ്നേഹത്തോടെ ഓർക്കാനുള്ളത്, അധികം BJP പാർട്ടി പോലും അനുകൂലിക്കാത്ത കാലത്ത് ശബരിമലയ്ക്കൊക്കെ വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ കേസിന് പോയൊരു വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ ആയിട്ടല്ല. അപ്പോൾ ഹിന്ദു വിശ്വാസിയാണ്, എന്നാൽ ആരോടും വിരോധമില്ല, എല്ലാ സമുദായങ്ങളോടും പോസിറ്റീവായി പോകുന്നു. ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ മിഡിൽ ക്ലാസിനെ അപ്പീൽ ചെയ്യുന്നത്. ഈ മിഡിൽ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സിന് വോട്ടുകൾ ഒരുപാടില്ല, പക്ഷെ മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ മീഡിയയിൽ, ഒപ്പീനിയൻ മേക്കേഴ്സിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ മാഹോൾ എന്ന് ഹിന്ദിയിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ അത് വളരെ ശക്തമായി കഴിയും. അപ്പൊ BJP-ക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഇദ്ദേഹത്തെ തന്നെയാണ്. അതോടൊപ്പം ശ്രീമതി ശോഭാ സുരേന്ദ്രനെയൊക്കെ പ്രധാന പോസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ പൊസിഷൻസിലേക്കോ അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ശ്രീ ജേക്കബ് തോമസിനെ അക്കോമഡേറ്റ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, പ്രായമായെങ്കിലും നമ്മുടെ ശ്രീധരൻ സാറിനെ പോലുള്ളവരുടെ ഒരു മാർഗനിർദ്ദേശക മണ്ഡലമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ BJP-ക്ക് വലിയ ഗ്രോത്തിന്റെ സ്പേസ് ഉണ്ട്. അതായത് നേരത്തെ അവഗണിക്കപ്പെട്ടിരുന്ന നേതാക്കളെ കൂടെ കൂട്ടിയാൽ രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമാകും അല്ലേ?
അല്ല, അവഗണന എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. BJPയുടെ ഒരു സർവ്വരേഖ മാഡം അടക്കമുള്ളവരുണ്ട്, ജേക്കബ് തോമസ് അടക്കമുള്ളവരുണ്ട്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിന് ഇഷ്ടമുള്ളവരുണ്ട്. അവരെ വേണ്ട രീതിയിൽ ലെവറേജ് ചെയ്തിരുന്നോ എന്നറിയില്ല. സന്ദീപ് രാജൊക്കെ പോകുന്നതിന്റെ കാര്യം എന്താ? സന്ദീപ് രാജ് വളരെ ഈ വിഭാഗത്തിന് അപ്പീലുള്ള വ്യക്തിയാണ്, വാര്യരാണ്. പ്രശ്നം ഇവരെ വേണ്ട രീതിയിൽ കേറ്റർ ചെയ്തില്ല, ഇവരെയും കൂടെ വേണ്ട രീതിയിൽ കൂടെ നിർത്തിയില്ല. കോൺഗ്രസ് ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെ. കോൺഗ്രസ് പ്രണബ് മുഖർജിയോട് ചെയ്ത അതേ മിസ്റ്റേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ശശി തരൂരിനോട് ചെയ്യുന്ന അതേ മിസ്റ്റേക്ക് തന്നെയാണ്. സോണിയ മാഡം പ്രണബ് കുമാർ മുഖർജി എന്ന ബംഗാളി ബ്രാഹ്മണനെ പ്രധാനമന്ത്രിയാക്കിയിരുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇത്രയും വലിയൊരു സ്പേസ് പോലും തുറന്നു കിട്ടുമായിരുന്നില്ല. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസിനെയും അവരുടെ ആൾക്കാരെയും, അല്ലെങ്കിൽ ആ സ്പേസിൽ നിൽക്കുന്നവരെയും, മിഡിൽ ക്ലാസിനെയും, ആസ്പിറേഷണൽ മിഡിൽ ക്ലാസിനെയും കൂടെ നിർത്തുന്ന ഒരു റെയിൻബോ കോalition, ഇതാണ് എല്ലാ പാർട്ടിയും എന്ന് പറയുന്നു. ഇതാണ് എല്ലാ പാർട്ടിയും ഈ ബാലൻസും മറ്റും വെച്ചാണ് പോകുന്നത്. അപ്പൊ ഈ റെയിൻബോ കോalition ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് റിസോഴ്സ് അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെയധികം ഉന്നതമായി നിൽക്കുന്ന വ്യക്തിയാണ്. മീഡിയമായി ഉന്നതമായ ലെവറേജ് ആണ്. ഒരുപക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്താൽ ശ്രീമതി സിന്ധു സൂര്യകുമാറിന്റെയും ഏഷ്യാനെറ്റിന്റെയും കുംഭമേളയുടെ നിലപാടിലേക്ക് ഇദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന ഒരുപാട് BJP അനുഭാവികളെ കാണാം. ഇനിയും ഏഷ്യാനെറ്റിലും ഇനിയും എടുക്കുന്ന നിലപാടുകളിൽ കുറെ കൂടെ കെയർഫുൾ ആകേണ്ടി വരും. അദ്ദേഹത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ആ മാധ്യമ സ്ഥാപനത്തെയും നിയന്ത്രിക്കുമെന്നർത്ഥം അല്ലേ? ഇല്ല, നിയന്ത്രിക്കില്ല. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിപരമായി അറിയുന്നിടത്തോളം അദ്ദേഹം അങ്ങനെ ഇടപെടില്ല. പക്ഷെ ഇടപെടാനുള്ള സമ്മർദ്ദം കൂടുതൽ ഉണ്ടാവും. കാര്യം ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു ലെഫ്റ്റ് ലിബറലോ അല്ലെങ്കിൽ സെന്റർ ടു ലെഫ്റ്റ് സ്റ്റാൻഡാണ് എടുക്കാറുള്ളത്. ജനമൊക്കെ മാത്രമാണ് മറുഭാഗത്തെ ചാനൽ എടുക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ സമ്മർദ്ദം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിൽ സംശയമില്ല, ഒരുപാട് പുതിയ ആൾക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഓൾറെഡി എനിക്ക് തോന്നുന്നു പുതിയൊരു ടീമിനെ കൂടെ ഉണ്ടാക്കും. പഴയ ഗ്രൂപ്പ് സമവായങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ജേക്കബ് തോമസ്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ഒരുപാട് പേരെ ഇതിലേക്ക് ആകർഷിക്കും. സുരേഷ് ഗോപി അടക്കമുള്ളവരോട് നല്ല ഇക്വേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനൊക്കെ കൂടുതൽ പ്രോമിനൻസ് ഉണ്ടാകും. ഈ രാഷ്ട്രീയക്കാരെ മിഡിൽ ക്ലാസ് എങ്ങനെയാണ് ഇഷ്ടം? ട്രംപിനൊക്കെ, ഇത് കേരളത്തിൽ മാത്രമല്ല, ട്രംപിനൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ലോകതലത്തിൽ ട്രംപൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് സംഭവിക്കുന്നത് ഈ സെന്റർ റൈറ്റ് നിൽക്കുന്ന മിഡിൽ ക്ലാസും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസും പൊളിറ്റിക്സിൽ ഇടപെടുന്നതാണ്. ആ രീതിയിൽ വലിയൊരു സ്വാധീനം കൊണ്ടുവരാനുള്ള സ്പേസ് അദ്ദേഹത്തിനുണ്ട്. ബിജെപിയുടെ ബേസിനെ എക്സൈറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അതോടൊപ്പം നായർ വോട്ട്, അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ട്, അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ട്, അങ്ങനെ എല്ലാം കൂടി നേടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്ന് വേണം കരുതാൻ. മടങ്ങിയെത്താം ശ്രീ റെജി ലൂക്കോസ്. ഇവിടെ വിവിധ വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖരനുള്ള കഴിവാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ സംസ്ഥാന BJPയിൽ എന്തു മാറ്റമുണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? സ്മൃതി, മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ അന്ന് വൈകുന്നേരം 5 മണി വരെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ക്ഷണിച്ചിട്ടും അദ്ദേഹം ബഹിഷ്കരിക്കുകയും താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും ചെയ്ത വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അന്ന് കേരളത്തിലെയും ദേശീയ മാധ്യമങ്ങൾ അത് വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുകയും വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ അപക്വമായിട്ടുള്ള ആ തീരുമാനത്തിന്റെ കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ കാര്യമായ പരിചയമൊന്നുമില്ല. അദ്ദേഹം ആദ്യമായിട്ട് രാജ്യസഭയിലെത്തുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. നമ്മുടെ ദേവഗൌഡയായിട്ടുള്ള രഹസ്യ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ആദ്യം രാജ്യസഭയിലെത്തുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും അധികാരത്തിന്റെ ഒരു പങ്ക് പറ്റാനുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം BJPയിൽ വന്ന് ഒരു കേന്ദ്ര സഹമന്ത്രിയായി. അത് തന്നെയുമല്ല, കേരളത്തിനെ സംബന്ധിച്ചോളം ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി, ഞാൻ ചർച്ചയിൽ ഇപ്പോൾ വൈകിയാണ് പങ്കെടുത്തെങ്കിലും പറയാം, അദ്ദേഹം കേരളത്തിനൊരു അപരിചിതനാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയ്ക്ക് കാര്യമായ രീതിയിലുള്ള അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോഴാണ്. തനിക്ക് ഈ സംഘടനാ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ടും പ്രവർത്തന പരിചയം ഇല്ലാത്തതുകൊണ്ടും തന്നെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹം അഭ്യർത്ഥന കൊടുത്തതായി. പിന്നെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJP പ്രസിഡന്റായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നതുള്ളതാണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ BJPയുടെ നേതൃനിരയിലുള്ള നേതൃനിരയിലുള്ള ശോഭാ സുരേന്ദ്രൻ, അതുപോലെ താരതമ്യേന രാഷ്ട്രീയ മാന്യത പുലർത്തുന്ന MD രമേശ്, വീണ്ടും ആ കസേര മോഹിക്കുന്ന V മുരളീധരൻ, ഒരു മൂന്നാം ഊഴത്തിലേക്ക് ശ്രമിക്കാനായിട്ടും തനിക്ക് ആ മോഹമുണ്ടെന്നും പറയാതെ പറഞ്ഞ K സുരേന്ദ്രൻ, ഇവരെ ആരെങ്കിലും ആക്കിയാൽ കേരളത്തിലെ BJPയുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അപ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് ലാൻഡ് ചെയ്ത വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. സാക്ഷാൽ നരേന്ദ്രമോദിയും
പിന്നെ അമിത്ഷായ്ക്ക് പോലും ഇവിടുത്തെ ഈ BJP-യിലെ ഗ്രൂപ്പിസം, ഈ തമ്മിലടി നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. 9 ഗ്രൂപ്പുകൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയപരമായ രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള യാതൊരു പാരമ്പര്യമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ BJP-യെ കേരളത്തിലെ മതനേതാക്കളുടെ എന്താ പറയുക അവരുടെ സപ്പോർട്ടോടുകൂടിയോ മറ്റുള്ള വിഭാഗങ്ങളുടെ സപ്പോർട്ടോടുകൂടിയോ 1 ഇഞ്ച് പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ് വസ്തുത. കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക വളരെ ഡിഫറന്റ് ആണ്. ഇവിടെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, രാഷ്ട്രീയത്തിലൂടെ തന്നെ നേതൃനിരയിലേക്ക് വന്ന, ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, എങ്ങനെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ 99% ആളുകളും. നിങ്ങൾ വേണം ഉദാഹരണങ്ങൾ എടുത്തു. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രഭാതത്തിന് വന്ന് ഷൈൻ ചെയ്തൊരു ചരിത്രം പോലും ഇല്ല. ഏറ്റവും വലിയ ഉദാഹരണം അൽഫോൺസ് കണ്ണന്താനം, ഇതേ പാർട്ടി തന്നെ. അദ്ദേഹം CPM-ന്റെ കാഞ്ഞിരപ്പള്ളി MLA ആയിരുന്നു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിൻവലിച്ച് BJP-യിലേക്ക് പോയി. അദ്ദേഹത്തിന് BJP ഒരു സ്വതന്ത്ര സഹമന്ത്രി ആയിട്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റിലെടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ഓർത്തു നോക്കിയേ. അങ്ങനെ എത്രയോ പേർ കേരളത്തിൽ ഇതുപോലെ തന്നെ ഈ പ്രൊഫഷണലിൽ നിന്നും അല്ലെങ്കിൽ ടെക്നോക്രാറ്റായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു ബിസിനസ് ടൈക്കൂണാണ്. ഇനി മറ്റൊരു വസ്തുത, ഇദ്ദേഹം കേരളത്തിൽ ജനിച്ചു വളർന്ന ആളല്ല. അതുകൊണ്ട് ഒരു കുറവായിട്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അഹമ്മദാബാദിൽ ജനിച്ചു. ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് അത് US-ലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം MTech എടുത്തു. ബാംഗ്ലൂർ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാദറിലോയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ബിസിനസ്സായ ഒരു ടൈക്കൂണായിട്ടാണ് അദ്ദേഹം വളർന്നു. വലിയ രീതിയിലുള്ള ഒരു ശതകോടീശ്വരനായിട്ട് അദ്ദേഹം വളർന്നു. അദ്ദേഹം 2005-ൽ അദ്ദേഹത്തിന്റെ BPL-ലെ ഓഹരി തന്നെ 63% വിറ്റത് 9,368 കോടി രൂപയ്ക്കാണ്. അതുപോലത്തെ ഉള്ളൊരു ബിസിനസ്മാൻ, ആ ബിസിനസ്സിലൂടെ മാത്രം ഇന്ത്യയിൽ അറിയപ്പെട്ട് ഒരു സഹമന്ത്രി സ്ഥാനത്തെത്തിയ ഒരു വ്യക്തി, അദ്ദേഹം മാന്യനായിരിക്കാം, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല, അയാളൊരു ജെന്റിൽമാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയോ, വിതിൻ 2-3 ഡേയ്സ് കേരളത്തിലെ BJP-യിൽ ഒരു ഭൂകമ്പം ഉണ്ടാവും. അത് ഉണ്ടാകാൻ പോകുന്നത് അറ്റത്ത് പോയി നിൽക്കുക. പാർട്ടി മാറാനായിട്ട് 2-3 തവണ ശ്രമിച്ച് തന്നെ പരിഗണിക്കുന്നില്ല, അവഗണിച്ചുകൊണ്ട് അത്യാവശ്യമായിട്ടും അല്ലെങ്കിൽ താരതമ്യേന BJP-യിൽ മറ്റേത് നേതാക്കളെക്കാളും വലിയ ഒരു ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയുടെ സംസ്ഥാനത്ത് ഒരു നേതാവ് പോലും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരിക്കലും എതിർപ്പൊന്നും ഇതുവരെയുള്ള പ്രതികരണത്തിലില്ല. ഇപ്പോൾ കോർപ്പറേറ്റ് മുതലാളിക്ക് പാർട്ടിയെ വിറ്റു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. വസീഫിന്റെ പ്രതികരണമായിട്ടാണത് കണ്ടത്. പക്ഷേ CPM നേതാക്കളുമായിട്ട് തന്നെ ചില ബിസിനസ് ബന്ധങ്ങൾ ആണല്ലോ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ പുറത്തു വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി സ്വീകാര്യനായ നേതാവായി മാറുകയല്ലേ പുതിയ രാഷ്ട്രീയ രീതിയിൽ? അല്ല, ആ ഒരു ചോദ്യം ഞാൻ സ്മൃതിയിൽ നിന്ന് ആദ്യം തന്നെ പ്രതീക്ഷിച്ചു. അതിന്റെ വസ്തുത എന്താണെന്നുള്ളവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രംഗമായിട്ട് ഇപ്പോഴും തുടരുന്ന അത് വസ്തുതകൾ മുഴുവൻ പുറത്തു വിട്ടിട്ടുണ്ട്. വസ്തുതകൾ. അപ്പൊ അതുകൊണ്ട് പഴയ കഞ്ഞി എടുത്ത് ചൂടാക്കി ചൂട് കഞ്ഞിയാന്നും പറഞ്ഞോട് വിളമ്പുന്നതിൽ ഒന്നും അർത്ഥവും ഇല്ല ശ്രുതി. അല്ല, ആ വസ്തുത അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹം അവിടുത്തെ അതിലെ ഒരു സെയിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഒരു ബിസിനസ് ടൈപ്പ് ഉണ്ടായി. അതിൽ നിങ്ങൾ ആരോപിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ബഹുമാനപ്പെട്ട EP ജയരാജന്റെ ഭാഗത്ത് പെൻഷൻ കൊണ്ടാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാര്യത്തിൽ. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബത്തിലൊക്കെ പെൻഷൻ കൊണ്ടുള്ള ഒരു ബിസിനസ്സാണ്, പ്രത്യേകതരം ബിസിനസ്സുകളാണ്. ഇതിലേക്ക് വീണ്ടും ശ്രീ K. ഷാജി, ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷന് രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ ആദ്യമായി വരുന്ന രാഷ്ട്രീയ വെല്ലുവിളി എന്ന് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാകുന്നു. കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തന്ത്രമായിരിക്കും അദ്ദേഹം മെനയുക എന്നുള്ള സൂചനകളുണ്ട്. അത് ഏതൊക്കെ രൂപത്തിൽ അത് നേടാൻ സാധിക്കുമെന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കോവളം പോലുള്ള മേഖലകളിൽ, തീരദേശ മേഖലകളിൽ ഇതുവരെ BJPക്ക് വോട്ട് കിട്ടാത്ത മേഖലകളിൽ നിന്നും വോട്ട് സമ്പാദിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതരം തന്ത്രമാണ്. ആ തന്ത്രം ഇവിടെയും പരീക്ഷിക്കാനുള്ള സാധ്യത എത്രത്തോളം കാണും? ഇതിൽ നമ്മൾ നേരത്തെ ചർച്ചയിൽ വന്നപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇതൊരു ട്രംപൈസേഷൻ ഓഫ് കേരള BJP പൊളിറ്റിക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ലോകവ്യാപകമായിട്ട് യാഥാസ്ഥിതികന്മാർക്ക് ഇതുപോലുള്ള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നു, നേതൃത്വത്തിൽ വരാൻ പറ്റുന്നു, അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം വളരെ വിശദീകരിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കോവളത്തൊക്കെ ഇലക്ഷനിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കിയ സത്യവുമാണ്. പക്ഷെ നമ്മൾ നോക്കുക,
ഈ സമീപ നാടുകളിൽ കോവളമടക്കമുള്ള വിഴിഞ്ഞമടക്കമുള്ള കേരളത്തിലെ തീരദേശം മുഴുവൻ വലിയ തോതിലുള്ള മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് തീരദേശ സമൂഹങ്ങളുടെയും ഒക്കെ പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ ഈ സമുദ്രത്തിൽ നിന്നുള്ള മണൽ കോരിയെടുക്കാൻ, നദികളിലൂടെ ഒഴുകി കടലിലെത്തിയ മണൽ കോരിയെടുക്കുന്നത് അത് വലിയ തോതിൽ മത്സ്യബന്ധനത്തെ, മത്സ്യങ്ങളുടെ പ്രജനനത്തെ, സമുദ്ര തീരപ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു പ്രശ്നമാവാൻ പോവുകയാണ്. ഇപ്പം തന്നെ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ, വയനാട്ടിൽ BJP വലിയ ശക്തിയൊന്നുമല്ലെങ്കിലും മോശമല്ലാത്തൊരു ലെവലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വയനാടിൻ്റെ ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിലടക്കം കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ എടുത്താൽ പലയിടത്തും കേന്ദ്ര വിഹിതം കിട്ടാതെ ജനങ്ങൾക്കുള്ള പല ക്ഷേമ പദ്ധതികളും മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുള്ള പോരായ്മകൾ മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെ അതൊരു തെരഞ്ഞെടുപ്പിലെ നേട്ടമാക്കി മാറ്റാം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വലിയൊരു വെല്ലുവിളി. കാരണം പല സ്ഥലങ്ങളിലും, പല പഞ്ചായത്തുകളിലാവട്ടെ, കോർപ്പറേഷൻ ഏരിയകളിലാകട്ടെ, അവിടെയെല്ലാം ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഇതിലൊക്കെ കേന്ദ്രം പറയുന്ന തരത്തിലൊരു പെയിൻ്റ് അടിച്ച് പ്രധാനമന്ത്രിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു റീബ്രാൻഡിങ് നടത്തിയാൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ വിഹിതം തരുമെന്ന് നമ്മൾ പിടിച്ചു വച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ, അത് വേറെ തരത്തിൽ അവതരിപ്പിക്കാമല്ലോ ശ്രീ കെ ഷാജി, അത് വേറെ തരത്തിൽ അവതരിപ്പിക്കാമല്ലോ. ഒരു പേര് എഴുതി വെക്കാൻ മടിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്ത പണം അത് നിങ്ങൾക്ക് നേടിത്തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, പേരെഴുതാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്ക് ആലോചന നീങ്ങാൻ സാധിക്കുമല്ലോ. ആ രൂപത്തിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു തന്ത്രമായിരിക്കും പ്രയോഗിക്കുക. തന്ത്രം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രീ കെ ഷാജി. തീർച്ചയായിട്ടും തന്ത്രങ്ങൾ കൂടുതലാണ്. ഇപ്പം തന്നെ പേരെഴുതില്ല എന്ന് വാശി പിടിച്ച സംസ്ഥാന സർക്കാർ പോലും പിന്നോക്കം പോയി പല സ്ഥലത്തും റീബ്രാൻഡ് ചെയ്യാനും പേരെഴുതാനും ഒക്കെ തുടങ്ങി. എന്നിട്ടും പല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ഫണ്ടൊന്നും വന്ന് കിട്ടിയിട്ടില്ല. ഇതൊരു വലിയൊരു കാലുഷിതമായൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ PR ഏജൻസികളും ക്യാമ്പയിനേഴ്സും ഒക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്തായാലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ ആയതുകൊണ്ട് ഇതിന് BJP ഒരുപാട് കേന്ദ്രത്തിൻ്റെ തന്നെ ഒരുപാട് പണം ഉണ്ടാവും, അതുപോലെ തന്നെ കുറേ മൂലധന നിക്ഷേപം ഉണ്ടാവും, ഒരുപാട് നേതാക്കന്മാർ വരും, ഒരുപാട് പ്രചാരണങ്ങളുണ്ടാവും, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഡയമെൻഷൻ അതിലുണ്ടാവും. പക്ഷെ അതിലെല്ലാം നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ചില തീക്ഷ്ണമായ ചോദ്യങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരന് മറുപടി പറയേണ്ടി വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് മാത്രമായി കഴിയുമോ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹവുമായിട്ടോ അല്ലെങ്കിൽ പരസ്പരമോ ഭിന്നിച്ചു നിൽക്കുന്ന മറ്റാളുകളെയും അസംതൃപ്തരെയും എല്ലാം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ രാഹുൽ ഈശ്വർ പോലും പറഞ്ഞത് അസംതൃപ്തരായ കുറേ ആളുകളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് അവരെല്ലാം ഒരുമിച്ച് കൂടെ രാജീവ് ചന്ദ്രശേഖർ നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. അതായത് നിലവിൽ ഔദ്യോഗികമായി BJPയുടെ നേതൃത്വമായി നാളിതുവരെ അറിയപ്പെട്ട ആളുകളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഇവിടെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ, അധികം ദൂരത്തല്ലാത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, BJPക്ക് അതിൻ്റെ താല്പര്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കഠിനമായി വേർക്കേണ്ടവരും കഠിനമായി അധ്വാനിക്കേണ്ടവരും ഒപ്പം തന്നെ കഠിനമായിട്ട് അദ്ദേഹം ഗ്രഹപാഠം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ശരിയാണ്. ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ കൂടി രാഷ്ട്രീയ നിരീക്ഷകൻ പങ്കെടുക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ, രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ എന്ത് മാറ്റം സംസ്ഥാന BJPയിൽ എന്നുള്ള ചർച്ച തുടങ്ങിയിട്ടിപ്പോൾ 1 മണിക്കൂർ പിന്നിടുകയാണ്. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിലൊരു പൂർണ്ണ ചിത്രം അറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുകൂടി കരുതേണ്ടതല്ലേ? കാരണം രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ആരായിരിക്കും ടീം രാജീവ് ചന്ദ്രശേഖർ എന്ന് പ്രധാനമല്ലേ? കാരണം നിലവിൽ ജനറൽ സെക്രട്ടറിമാരായി 4 പേരാണുള്ളത്. ജോർജ് കുര്യൻ, അദ്ദേഹം മന്ത്രിയായി പോയ ശേഷം ആ സ്ഥാനത്ത് അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. പിന്നെയുള്ളത് അഡ്വക്കേറ്റ് P. സുധീറാണ്. അതൊരു പ്രത്യേക പക്ഷത്തിലെ നേതാവായി കരുതുന്ന ഒരു നേതാവാണ്. പിന്നെയുള്ളത് കൃഷ്ണകുമാറാണ്. അദ്ദേഹം ഒരു പക്ഷത്തിൻ്റെ നേതാവായി കാണുന്നു. അപ്പുറത്ത് മറ്റൊരു പക്ഷക്കാരനായ MT രമേശും. അപ്പോൾ ഈ 2 പക്ഷത്തെയും നേതാക്കളാണ് നിലവിൽ ജനറൽ സെക്രട്ടറിമാർ. ഈ പക്ഷത്തൊന്നും ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഇവരിൽ ആരെ കൂടെ കൂട്ടുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇവരെല്ലാവരെയും കൂടെ കൂട്ടാനും സാധ്യമാകില്ല. അപ്പോൾ അതല്ലേ ഇനി അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ സ്വാധീനിക്കുക? ശ്രീമതി സ്മൃതി തികച്ചും ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. കാരണം
ഞാൻ കരുതുന്നത് ഏത് ഒരു പുതിയ പാർട്ടി അധ്യക്ഷൻ വന്നാലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചാലഞ്ച് എന്നൊക്കെ പറയുന്നത് മോർ ഓർ ലെസ് ദ സെയിം ആണ്. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കേന്ദ്രത്തിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രിറ്റിസിസം എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ അദ്ദേഹം ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുന്നു, എന്തൊക്കെയായിരിക്കണം രാഷ്ട്രീയമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അദ്ദേഹമല്ല ആ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ വന്നിരുന്നാലും അതിലൊന്നും തന്നെ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം പുതിയൊരാളാണ്. അപ്പോൾ പുതുതായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ചുമതലയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കുറേയധികം പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒപ്പം ആരെ കൂട്ടും എന്നതിൽ തന്നെയാണ്. കാരണം നമ്മൾ നോക്കുന്നതോ ഈ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവർ ജില്ലാ തലങ്ങൾ വരെ പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 14 ജില്ലകൾ എന്ന് പറയുന്നതിനെ അവരുടെ പ്രവർത്തന ജില്ലകൾ 30 എണ്ണമാക്കി അതിനെല്ലാം തന്നെ നേതൃസ്ഥാനത്തേക്ക് ആൾക്കാരെ കൊണ്ടുവന്നു. ഈ ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഏതെങ്കിലും ഒരു പാർട്ടി ഫാക്ഷന്റെ ഭാഗമാണ്, ഏതോ ഒരു ക്യാമ്പിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെയും. അപ്പൊ അതിൽ വി മുരളീധരൻ ലോയലിസ്റ്റുകൾ ഉണ്ടാകും, ശോഭാ സുരേന്ദ്രൻ ലോയലിസ്റ്റുകൾ ഉണ്ടാകും, കെ സുരേന്ദ്രൻ ലോയലിസ്റ്റുകൾ ഉണ്ടാകും, എം ടി രമേശ് ലോയലിസ്റ്റുകൾ ഉണ്ടാകും. ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ടാകും. അതിൽ ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖർ ലോയലിസ്റ്റ് എന്ന രീതിയിലത്തേക്കുള്ള ആളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെ ആകും, ഇത്തരം ഒരു സ്ഥാനത്തിലേക്ക് വരും എന്ന രീതിയിലത്തെ കാര്യം കരുതിയിട്ടുണ്ടാവില്ല. ഈ സംസ്ഥാനം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പരിചയവും അദ്ദേഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ടീമിനെ അദ്ദേഹത്തിന് ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, അതിൽ തന്നെ പല ആൾക്കാരും അസംതൃപ്തരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരെങ്ങനെയാണ് ഇനി ഇദ്ദേഹത്തിനോട് സഹകരിക്കുക, അഥവാ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആക്ഷൻ പ്ലാൻ ഇവർ വഴി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പൊ പാലക്കാട് ഉണ്ടായിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കരുതുക. അപ്പൊ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കം പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാളിച്ചയെ പറ്റി മറ്റുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈകാരികമായിട്ടും കൂടുതൽ തീവ്രതയോടും കൂടി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ്. നാഷണൽ കൗൺസിലിൽ വരെയുള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരുടെ നഗരസഭ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ആ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും, ആരായിരിക്കും അതിനുള്ള അദ്ദേഹത്തിന്റെ ഗോ ടു പേഴ്സൺ, ഈ കാര്യങ്ങളിലാണ് ഈ ടീം രാജീവ് ചന്ദ്രശേഖർ എന്നതിന്റെ പ്രസക്തി. അപ്പൊ അത് കേവലം സെൻട്രലി മാത്രം പ്രവർത്തിക്കേണ്ടുന്ന ഒന്നല്ല, മറിച്ച് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. ഇനി കുറേയധികം ആൾക്കാരൊക്കെ തന്നെ നമുക്കറിയാമല്ലോ, ഈ രാഷ്ട്രീയത്തിലുള്ള ചില ആൾക്കാരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് തന്നെ പുതിയൊരു നേതൃത്വം വരികയാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാനും അതിന് ലോയൽറ്റി പ്രഖ്യാപിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ ആത്മാർത്ഥത, അവരുടെ ആ ലോയൽറ്റി എത്രത്തോളം വിശ്വസനീയമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നേതാവ് എന്ന രീതിയിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള കാരണങ്ങളാണ്. അല്ലാതെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ തന്നെ സെക്കൻഡറിയാണ്. ഇനി ഇതിന്റെ വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലാണ്. ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് നമുക്കറിയാം, ഏത് പാർട്ടിയാണെങ്കിലും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്ര ഇല്ലെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ നേതാക്കന്മാരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ വാദിക്കുന്ന ഒരു രീതി നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും അവസാനം കഴിഞ്ഞതെങ്കിൽ അവിടെ പോലും സ്ഥാനാർത്ഥി ഇന്ന നേതാവിന്റെ നോമിനിയാണ് എന്ന രീതിയിലത്തേക്കുള്ള അപവാദം കേട്ടിരുന്നു. അപ്പൊ അത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് മറനീക്കിയത് പുറത്തു വന്നിരുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എങ്ങനെ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാനായിട്ട് സാധിക്കും? ഈ ആൾക്കാരെ എല്ലാവരെയും തന്നെ തൃപ്തരാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ? എല്ലായിടത്തും അദ്ദേഹത്തിന് 140 രാജീവ് ചന്ദ്രശേഖർമാരെ കണ്ടെത്താനായിട്ട് സാധ്യമല്ല, കേന്ദ്രത്തിന്റെ കൂടി ബാക്കിംഗ് ഉള്ള. അപ്പൊ എത്രത്തോളം വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഏത് അളവ് വരെ അദ്ദേഹം പോകും തുടങ്ങിയ കാര്യങ്ങൾ വളരെ റെലവെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ചില പൊസിഷൻസും ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് BJPക്ക്, സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം പല നേതാക്കന്മാർക്ക് പല രീതിയിലുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെയുള്ള സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ളത്. എല്ലാ ആൾക്കാർക്കും ഒരേ തരത്തിലുള്ള ബന്ധമോ പാർട്ടിക്ക് മൊത്തത്തിൽ ഒരേ തരത്തിലുള്ള ബന്ധമോ ഒന്നും തന്നെയല്ല. അതൊക്കെ തന്നെ വേരി ചെയ്ത് നിൽക്കുന്നു. ചിലതൊക്കെ കണ്ടീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ റബ്ബറിന്റെ വില കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കെ സുരേന്ദ്രനുമായുള്ള ബന്ധമല്ല രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധം. എക്സാക്ട്ലി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി എന്ന് പറയുന്നത് പേഴ്സൺ ഓറിയന്റഡ് ആയിട്ടാണ് പലരും പാർട്ടിയെ തന്നെ കാണുന്നത്. അപ്പൊ ഇദ്ദേഹം ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങുകയാണ് എന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ആണ്. കാരണം പുതുതായിട്ട് ഒരാളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നു. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം കേന്ദ്രത്തിന്റെ നോമിനിയാണെന്നറിയാം, നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രി പദവിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര നേതാക്കളുമായിട്ടുള്ള അടുപ്പത്തിനെ കുറിച്ച് അറിയാം. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ വിവിധ സഭകളായിക്കോട്ടെ, NSS പോലെയുള്ള സാമുദായിക സംഘടനകളായിക്കോട്ടെ, ഇവരുമായിട്ടെല്ലാം തന്നെ ഒരു
ഒരു പുതിയ റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. പലപ്പോഴും NSS പോലെയുള്ള സംഘടനകൾ നമുക്കറിയാമല്ലോ, ഓരോരുത്തരോട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് തന്നെ സ്വീകരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബാഗേജ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്താവനയുടെ ബാഗേജ് ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങളുടെയും ചുമതല ഒരു അധ്യക്ഷനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ പ്രത്യേകിച്ച് വലിയ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയില്ല എങ്കിലും അങ്ങനെ തന്നെ നടന്നു പോകും. പക്ഷെ സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം പ്രവർത്തന സ്വാതന്ത്ര്യം, എത്രത്തോളം കൺട്രോൾ ഓരോ യൂണിറ്റിലേക്കും കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന്റെ ആൾക്കാർ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്ഷൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം കേരളത്തിൽ BJPക്ക് വലിയ രീതിയിലത്തേക്കുള്ള അധികാരമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കോൺഗ്രസിൽ എത്രത്തോളം ഗ്രൂപ്പുകളുണ്ടോ അതിന് സമാനമായിട്ടുള്ളതോ അതിനേക്കാൾ മൂർച്ഛിച്ച രീതിയിലേക്ക് പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഫാക്ഷൻസ് ഒക്കെ തന്നെ BJPയിലുമുണ്ട്. യഥാർത്ഥത്തിൽ BJPക്ക് സംസ്ഥാനത്തെ വളർച്ച സാധ്യമാകാത്തതും ഈ ഗ്രൂപ്പിസം കാരണമാണ് എന്ന വിലയിരുത്തലുമുണ്ട്. ശ്രീ NP ചെക്കുട്ടി, ഇതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാണ്. അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ പാർട്ടിക്ക് വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ദേശീയ നേതൃത്വം കരുതുമ്പോൾ അത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന പോലെ ജില്ലാ കമ്മിറ്റികൾ വിവിധ ഗ്രൂപ്പുകളിലായി ഇതിനകം തന്നെ അവിടെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് പ്രായോഗികമായി അവർക്ക് മുന്നിലുള്ളത്. പ്രായോഗികമായി എന്ന് പറയുമ്പോൾ പിന്നിൽ അണിനിരക്കുന്നു എന്ന് തോന്നിപ്പിക്കാനും സാധ്യമാകുമല്ലോ. അകത്ത് കൂടി പണിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അത് പലപ്പോഴും പല നേതാക്കളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. ഇപ്പോൾ നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ചാണെങ്കിൽ K. സുരേന്ദ്രൻ ഇപ്പോൾ ഈ ജനറൽ സെക്രട്ടറിമാരിൽ ഓഫീസ് ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത് ജോർജ് കുര്യനെയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പോയി. പിന്നീടുള്ളത് കൃഷ്ണകുമാറാണ് മറ്റു ചുമതല, സംഘടനാ ചുമതല കൊടുത്തിരുന്നത്. അങ്ങനെ രണ്ട് നേതാക്കൾക്ക് രണ്ട് ചുമതലകൾ വീതിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയുള്ള ചുമതലകൾ ആർക്ക് കൊടുക്കും രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ചോദ്യമുണ്ട്. നിലവിലെ ജനറൽ സെക്രട്ടറിമാർ ഒരുപക്ഷെ മാറ്റേണ്ടി വരും അദ്ദേഹത്തെ സംബന്ധിച്ച് മുന്നോട്ട് സുഗമമായി പോകണമെങ്കിൽ. അങ്ങനെയെങ്കിൽ പുതിയ പേരുകൾ വരുമോ? ഷോൺ ജോർജിനെ പോലുള്ളവർ ആ സ്ഥാനത്തേക്ക് വരുമോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുകയാണ്. അതൊക്കെ എത്രത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ BJPയെ സഹായിക്കുമെന്നാണ് താങ്കൾ ഇതുവരെയുള്ളതിൽ നിന്ന് വലിയൊരു മാറ്റത്തിലേക്കൊക്കെ അദ്ദേഹം പോകുമോ? അല്ല, അത് അദ്ദേഹം നാളെയാണ് അധ്യക്ഷനായിട്ട് വരാൻ പോകുന്നത്. അദ്ദേഹം അധ്യക്ഷനായതിനു ശേഷം എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് സംഘടനാ തലത്തിൽ എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം നാളെ മീഡിയയെ കാണുന്നുണ്ട്, മീഡിയയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുശേഷമാണ് അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു നിയതമായിട്ട് ഒരു പൊസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ സ്പെക്കുലേറ്റീവായിട്ട് പിന്നെ ആര് കൊണ്ടുവരും, അത്തരം കാര്യങ്ങളിലെക്കുറിച്ച് സംസാരിക്കുന്ന അർത്ഥമില്ല. അതൊരു പാർട്ടിയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു അധ്യക്ഷനായിട്ട് വരുമ്പോൾ സമയത്ത് സാധാരണ നിലയിൽ തുടക്കത്തിലെങ്കിലും എല്ലാവരും ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് എല്ലാ പാർട്ടികളും കാണിക്കാറുള്ളത്. അല്ലാതെ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം എന്നുള്ള അല്ല. രണ്ടാമത്തെ ഒരു കാര്യം, പക്ഷേ ഒരുപക്ഷേ ജനറൽ സെക്രട്ടറിമാരുടെ പുതിയ പേര് പ്രഖ്യാപിക്കുന്നതോടെ ചിലപ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന ഈ അതൃപ്തി പുറത്തേക്ക് വരാം. അതിന് സാധ്യതയില്ലേ? അല്ലല്ല, അത് വരും. അപ്പം അതല്ലെങ്കിലും വരും. ഒരിക്കലും ഒരാൾക്കും രാജീവ് ചന്ദ്രശേഖരനല്ല, നേരെ ഇന്ദ്രൻ തന്നെ, ദേവേന്ദ്രൻ തന്നെ BJP പ്രസിഡന്റായിരുന്നാലും അവിടെ ആ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള പടലപിണക്കങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. ഞാൻ 80കൾ മുതൽ BJP റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അന്ന് KG മാരാർ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് മറുഭാഗത്ത് രാമൻപിള്ളയെ പോലെ ആളുകളുണ്ട്. പിന്നെ ശ്രീധരൻപിള്ള വന്നു. ശ്രീധരൻപിള്ള പോയിട്ട് എൻ്റെ വീട്ടിന് മുമ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് നോട്ടീസ് എഴുതി ഒട്ടിച്ച ആൾ BJPക്കാർ തന്നെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ആ പാർട്ടിക്കകത്ത് കഴിഞ്ഞ 10, 30, 40 വർഷം നിരന്തരമായിട്ട് കാണുന്നതാണ് ഈ ഗ്രൂപ്പിസവും നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഏർപ്പാടുകളും സംഘർഷങ്ങളും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ സമയത്തും 87-ൽ 5%, 6% വോട്ടുണ്ടായിരുന്ന പാർട്ടി ഏതാണ്ട് അതിന് 3 ഇരട്ടിയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് പിന്നെ നേമത്ത് രാജഗോപാലിനെ വിജയിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ലോകസഭയിലേക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്ക്
സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് കഴിഞ്ഞ 10-30 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വരവിനെ കാണേണ്ടത്. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖറിന് മുമ്പിൽ ഒരുപാട് വെല്ലുവിളിയുണ്ട്. പക്ഷേ അദ്ദേഹം പുറത്തുനിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെയുള്ള ഈ ആഭ്യന്തരമായ സംഘർഷങ്ങളുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ കൂടി മറ്റുള്ള ആളുകളിൽ നിന്ന് കുറേ കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ഒരു പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ തന്നെ തുറന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, തുറന്ന ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ റീബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന് പരിചയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം ഒരു 10-30 വർഷം 25 വർഷമെങ്കിലുമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ള ആളാണ്. സംഘടനാപരമായി സംഘടനാ പ്രവർത്തനത്തിൽ അടിത്തറയിൽ പ്രവർത്തിച്ചില്ല എന്നത് ശരിയാണെങ്കിൽ പോലും ഒരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട വേദികളിൽ നിരന്തരമായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പുതിയ നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വേറൊന്നുകൂടി ഉള്ളത് വളരെ സ്ട്രോങ്ലി ഐഡിയോളജിക്കൽ പൊസിഷന് പകരം കുറേ കൂടി ഒരു ട്രാൻസാക്ഷണൽ സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള വളരെ വർഗ്ഗപരമായിട്ടുള്ള അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങൾ, സാമൂഹികമായിട്ട് സംഘർഷങ്ങൾ, അതിൽ നിന്ന് മാറിയിട്ട് ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ത് കിട്ടും എന്ന് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലെ നിലപാടുകൾ എടുക്കുക. ആ നിലപാടുകളിലേക്ക് കേരളത്തിലെ സൊസൈറ്റിയും മാറുന്നുണ്ട്. അതൊരു ട്രാൻസാക്ഷണൽ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുക. ഒരു പൊളിറ്റിക്സിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയാൽ ആ ഒരു ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സിൻ്റെ കാലത്ത് ആ ട്രാൻസാക്ഷണൽ പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ രീതിശാസ്ത്രം കേരള രാഷ്ട്രീയത്തിൽ BJP-യിൽ അപ്ലൈ ചെയ്യാനും അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനും കൂടുതലാണ് അല്ലേ ശ്രീ എൻ പി ചെക്കുട്ടി? അല്ല, അതിപ്പോൾ ഞാൻ ചോദിയുടെ സമ്പന്നരെന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കട്ടൻ ചായയും പരിപ്പോടയും കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഈ കട്ടൻ ചായയും പരിപ്പോടയുള്ള ആളുകൾ ഇപ്പം വലിയ റിസോർട്ടുകൾ സ്ഥാപിച്ച് ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കാലം മാറുകയാണ്. അപ്പം നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ കഴിയില്ല. ഗ്ലോബലൈസേഷൻ്റെ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അതെല്ലാ ആളുകൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് ആണ്. ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് എൻ്റയർ സൊസൈറ്റിയെ ബാധിച്ചിട്ടുണ്ട്, എല്ലാ കൂട്ടരെയും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കഴിയും എന്ന ഒരു സ്ഥിതി കൂടി BJP-യിലും ഉണ്ട്, CPM-ലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ശരി, സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് സൗമ്യനായി എല്ലാവരോടും ഇടപെടുന്ന MT രമേശിനും പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ നിരാശയാണ് സമ്മാനിച്ചത് പുതിയ തീരുമാനം. ശ്രീ ജോർജ് പൊടിപാറ, ഞാൻ നേരത്തെ ചോദിച്ചത് MT രമേശിൻ്റെ കാര്യമാണ്. MT രമേശ് സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ്. ഒരുപാട് കാലമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നു, സീനിയോറിറ്റിയുമുണ്ട്. അദ്ദേഹം പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചില്ല. RSSനും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെയും ഇനിയിപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ പ്രതികരണങ്ങളുമായി വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഈ പ്രതികരണങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും എത്രത്തോളം ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. സ്മൃതി, കുറേ സാധ്യതകൾ അല്ലെങ്കിൽ കുറേ സ്പെക്കുലേഷൻസിന് നമുക്ക് സ്കോപ്പുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ MT രമേശിൻ്റെ കാര്യവും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യവും ഒക്കെ കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ടാകും. MT രമേശ് പ്രായണ മാന്യനായൊരു വ്യക്തിയാണ്. അദ്ദേഹം വലിയ വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾക്കോ ഒന്നും ഇടകൊടുക്കാതെ പാർട്ടിക്ക് വേണ്ടി വളരെ നിശബ്ദമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പരിഗണന അർഹിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ MT രമേശിനെ അധ്യക്ഷനാക്കിയാലും ഇനി ശോഭാ സുരേന്ദ്രൻ ഈ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ തന്നെ പലയിടത്തും, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ മത്സരിച്ചിടത്തെല്ലാം ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് ഏത് എതിർ സ്ഥാനാർത്ഥിക്കും എതിരെ കൊടുങ്കാറ്റായി വീശുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിയുടെ ഒരു വലിയ വിഭാഗത്തെ ആവേശഭരിതരാക്കാൻ ശോഭയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതാണ് ഇവിടുത്തെയും പ്രശ്നം. അപ്പോൾ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചത് മറ്റ് മികവുകളുണ്ടെങ്കിലും ഒരു ടീമിനെ നയിക്കാനുള്ള ശേഷി എത്രത്തോളം ഉണ്ട്. കേരളത്തിൽ BJP-യുടെ ഇനി മുന്നോട്ടുള്ള നീക്കം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ ഗ്രൂപ്പുകളെയെല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു ഡിപ്ലോമസി വേണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ സുരേന്ദ്രൻ കഴിവില്ലാത്ത നേതാവല്ല,
മുരളീധരൻ കഴിവില്ലാത്ത നേതാവല്ല, ശോഭ കഴിവില്ലാത്ത നേതാവല്ല. പക്ഷേ ഇവരുടെ എല്ലാം കഴിവിനൊപ്പം തന്നെ കഴിവുകേടായിട്ട് അവരുടെ ഗ്രൂപ്പിസം ഉണ്ട്. ഇപ്പോൾ പാലക്കാട് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ്? പാലക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആരുടെ നോമിനിയായിരുന്നു? എല്ലാവരും ഏകകണ്ഠേന അല്ലെങ്കിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അദ്ദേഹം ഈ പറഞ്ഞ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് ഈ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചത് കോൺഗ്രസോ CPM അല്ല, പാർട്ടി തന്നെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന അവസ്ഥയ്ക്ക് പകരം ഒരു കോംപ്രമൈസ് എല്ലാവരെയും യോജിപ്പിച്ച് വലിയൊരളവിൽ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളെയാണ് പാർട്ടി കാണുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം കാണുന്നത്. ഞാൻ വിചാരിക്കുന്നു ആ സെലക്ഷനിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു ഐഡിയൽ സെലക്ഷനാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലത്തെ ചില ബാധ്യതകളില്ല. ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ ശേക്കുട്ടിയൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാർട്ടിയിലെ പാരമ്പര്യം പലപ്പോഴും ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ആരുടെയും ആളല്ല, എന്നാൽ ആരുടെയും ശത്രുവല്ല. എല്ലാവർക്കും സ്വീകാര്യനായ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ. BJP-യിലേക്ക് വന്ന ഒരു നേതാവുണ്ടല്ലോ, കുമ്മനം. അദ്ദേഹത്തിന് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റി? അദ്ദേഹം എത്ര നിരാശനായിട്ടാണ് മടങ്ങിയത്? പക്ഷേ അതുപോലെ അല്ല സ്മൃതി. നമ്മൾ ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള ആളുകളെ ഇത്ര പെട്ടെന്ന് ഈ പറഞ്ഞ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കയ്യിലെടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ആരെയാണ് പരിചയം? അദ്ദേഹത്തിനെ ആരാണ് അറിയുക? അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് ഉൾക്കൊള്ളുക? പക്ഷെ നമ്മൾ കണ്ടതെന്താ? വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആളുകളെ കയ്യിലെടുക്കുന്നതും മീഡിയയെ അടക്കം അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപാട് സമുദായങ്ങളെ അദ്ദേഹം തന്നിലേക്ക് ആകർഷിക്കുന്ന, സ്മൃതി തന്നെ നേരത്തെ പറഞ്ഞ കോവളം പോലുള്ള സ്ഥലത്ത് BJPക്ക് പ്രായണ ശക്തി കുറഞ്ഞ സ്ഥലത്ത് പോലും അദ്ദേഹത്തിന് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖരനെ വെറും ഒരു സാധാ രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടാൽ പോരാ. അദ്ദേഹം ഗംഭീരനായൊരു ടെക്നോക്രാറ്റാണ്. ഒരുപാട് വലിയ ബിസിനസ്സുകൾ നടത്തി പരിചയമുള്ള ഒരാളാണ്. പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഒരു സാങ്കേതിക നൈപുണ്യം ഉണ്ടല്ലോ, ഇതൊക്കെ ഉപയോഗിച്ച് പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളുടെ ഈ പരിചയമില്ലായ്മ, അണികളെ അറിയില്ല, പേരെടുത്ത് വിളിക്കാൻ പറ്റും, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം അതിനുള്ള ടീമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈവശം അതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഒരു നല്ല പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. 2 ചാലഞ്ചസ്. ഒന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമിഫൈനലാണ്. അതിൽ കുറെ കൂടി നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും. അതായത് BJPക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്, വോട്ട് കൂടുമ്പോൾ അതിനാനുപാതികമായിട്ട് പല സ്ഥലത്തും വോട്ട് ചോരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂടുന്ന വോട്ട് കൊണ്ട് ഈ ചോരുന്ന വോട്ടുകൾ അതിൻ്റെ ആ ഒരു പ്രഭ കെടുത്തുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തിപരമായ എതിർപ്പുകളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഇനി അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ എതിർപ്പുണ്ടാക്കിയാൽ പോലും അത് ഈ കുറഞ്ഞ സമയം കൊണ്ട് അത് വിജയിക്കാൻ സാധ്യതയില്ല. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ചോർച്ച ഉണ്ടാകാതിരുന്നാൽ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ്. അത് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചാൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതായിരിക്കും ഏറ്റവും നിർണായകമാകുക. ഇപ്പോൾ ശോഭയെ കൊണ്ടുവന്നാൽ ശോഭയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബോധപൂർവം തന്നെ ശോഭയ്ക്കെതിരെ പ്രവർത്തിക്കും. അത് മുരളീധരനായാലും കൊള്ളാം, MT രമേശ് ആയാലും കൊള്ളാം, ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് മറുവശത്ത് പ്രവർത്തിക്കും. ഇവിടെ അത്തരം ഒരു കാര്യം ഉണ്ടാകില്ല എന്നതാണ് ഈ ഫോർ ദ ടൈം ബീയിങ് രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ഘടകം. ആ ഘടകമായിരിക്കാം അദ്ദേഹത്തിന് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നല്ല പെർഫോമൻസിന് സഹായിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, റെജി ലൂക്കോസ്, ആത്യന്തികമായി തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടുക എന്നുള്ള ചെറിയ കാര്യമല്ല. BJPയെ സംബന്ധിച്ച് അതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യവും. ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേമത്ത് നിന്നോ വട്ടിയൂർക്കാവിൽ നിന്നോ ജയിച്ച് നിയമസഭയിൽ എത്തിയാൽ മതി. അതും BJPയെ സംബന്ധിച്ചൊരു നേട്ടമാണ്. അപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരന്റെ നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടും. അതിനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സ്മൃതി. ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തിന് കേരളത്തിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളെ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം ഏതാണ്ട് 40 അംഗ ഒരു IT പ്രൊഫഷണൽസിനെ, ടെക്കികളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവരുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്.
എന്നാൽ കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാരെ മുഴുവനും കളത്തിലിറക്കിയ ഏക നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയോജകമണ്ഡലമാണ്. അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണെന്നുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ BJPയുടെ സ്വന്തം നേതാക്കന്മാരെ വിശ്വാസമില്ല. രാഷ്ട്രീയത്തിന്റെ ഫണ്ടമെന്റൽ തിയറികളിൽ ഒന്ന് കൂടെ നിൽക്കുന്നവരെ കൂടെ തന്നെ നിർത്താനായിട്ട് കഴിവുള്ളവരായിരിക്കും രാഷ്ട്രീയത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെ മറ്റു ഘടകങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമൊന്നുമില്ല. അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടെന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, താങ്കൾ ഈ പറയുന്ന പോലെ പാർട്ടി നേതാക്കൾ കൂടെ വന്നിട്ടില്ല എന്നതാണ് താങ്കൾ പറയുന്ന ഒരു ആരോപണമെങ്കിലും തരൂരിന്റെ ഭൂരിപക്ഷം എത്ര കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു? 2024 16,077 എത്തിച്ചില്ലേ? 99,989 നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സംഘമായിട്ട് പിന്നെ ഇറങ്ങിയാൽ പറ്റില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വന്നൂടെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന പോലെ തന്നെ ആ സംഘവുമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനൊരു മറുപടിയാണ് ഞാൻ അവസാനം പറയാൻ ശ്രമിച്ചത്. അത് വളരെ വ്യക്തമായൊരു ചിത്രമുണ്ട്. എന്താ വെച്ചാൽ 16,200 വോട്ടിനാണ് ശശി തരൂർ അവിടെ നിന്ന് ജയിക്കുന്നത്. അതായത് 16,200 വോട്ടിനാണ് ചന്ദ്രശേഖരൻ അവിടെ തോറ്റുപോകുന്നത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചിത്രമാണ്. എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂരിനോട് കഴിഞ്ഞ 3 തവണ അദ്ദേഹത്തിനോട് കാണിച്ചിരിക്കുന്ന ഒരു സ്നേഹവും ഒരു പ്രതിബദ്ധതയും തിരുവനന്തപുരത്തെ പല വോട്ടർമാരെ പ്രകടിപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് 40-45% വോട്ടേ ആകെ പോൾ ചെയ്തുള്ളൂ. കാരണം ശശി തരൂരിനെ പോലുള്ള ഒരു ഇന്റർനാഷണൽ ഫിഗർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും അദ്ദേഹത്തിന് റീച്ചബിൾ അല്ല. ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റുന്നുള്ള ഒരു ആരോപണം വ്യാപകമായി. ആ ഒരു എതിർ വോട്ടുകൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഞങ്ങൾക്ക് എങ്ങനെ സ്വീകാര്യനാകുന്നു രാജീവ് ചന്ദ്രശേഖർ? അതെങ്ങനെ ഏത് കോൺഗ്രസിലാണ് ശശി തരൂരിനെയാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂർ സത്യം വിളിച്ചു പറഞ്ഞു. അത് ഞങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ പറയുന്ന വ്യത്യസ്തമായ സത്യങ്ങളുണ്ടല്ലോ. ചില സത്യങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമാകും, മറ്റു ചില സത്യങ്ങൾ ഞാൻ കോഴ്സിലാണ് പറയുന്നത്, മറ്റു ചില സത്യങ്ങൾ നിങ്ങൾക്ക് അസ്വീകാര്യമാകും. അപ്പോൾ അതിങ്ങനെ പല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ഒരു താരതമ്യം വന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും ഇനി? അല്ല, അതിന് വ്യക്തമായോട് പറയാം. ഞങ്ങളെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ, മോദി സർക്കാരിനെ അദ്ദേഹം പലതവണ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. മോദിയുടെ പരാജയപ്പെട്ട അമേരിക്ക സന്ദർശനത്തിലെ ഇത് പറഞ്ഞതെന്ന് പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം പാടിപ്പുഴത്തി അന്നും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ശശി തരൂരിനെതിരെ 2 തവണയും ഈ അടുത്ത കാലത്ത് ഉണ്ടായ 2 പ്രതികരണങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള നടപടി സ്വീകരിക്കണം നട്ടൊരു കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളെന്ത് ചെയ്യും? അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ അദ്ദേഹം പാടിപ്പുഴത്തി. അത് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയായിരിക്കാം. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ള അതൃപ്തി എന്താണ് അവിടുത്തെ വോട്ടർമാർക്ക് എന്നുള്ളതാണ് ഞാൻ വളരെ വസ്തുതാപരമായിട്ടോട് വിലയിരുത്തിയത്. ഇവിടെ പൊടിവാർ സാറ് BJPയുടെ ഒരു വ്യക്തവനെ പരക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇതിയല്ല. ഒന്നുകൂടെ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അതായത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തം ഒരു നിയമസഭ അല്ല അതെന്തായാലും അദ്ദേഹം അവിടെ രാഷ്ട്രീയം ഉണ്ടാവും, അദ്ദേഹത്തിന് ചലിപ്പിക്കുക. അല്ല, അതെ, അത് സാറിന്റെ വീക്ഷണത്തിൽ ആ വസ്തുതയായിരിക്കും. ഞങ്ങൾക്ക് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ പറയാമെന്നൊന്ന് പൂർത്തിരിക്കട്ടെ സാറേ. അതായത് ജോർജ് സാറിന് എന്നെക്കാളും രാഷ്ട്രീയം അറിയാവുന്ന രീതിയിലുള്ള അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരാണ്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തമ്മിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? സാറിന് എടുക്കൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുമായിട്ട് പോയതാണ് UDF. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം എന്തുകൊണ്ടാണ് മാറി ചിന്തിക്കാഞ്ഞേ? അപ്പൊ കേരളത്തിലെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണവും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണവും കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങളും കാണിക്കുന്ന ഒരു വിവേകമുണ്ട്. അത് ചിലപ്പോൾ പാളിപ്പോകാറുണ്ട്. ചോദിച്ചോളൂ. ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയാൽ മാറ്റി നിർത്തിയാൽ 2019-ലെയും 2024-ലെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തിയാൽ ഇതിനു മുമ്പൊക്കെ ഏതാണ്ട് ഒപ്പം 11-8, 11-9, 12-8 ഈ രീതിയിലൊക്കെയല്ലേ ഈ മുന്നണികൾക്ക് സീറ്റ് കിട്ടിയിരുന്നത്. ഈ 2 തവണ എന്താ സംഭവിച്ചത് മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ സമയത്ത് ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായിരുന്നു. എന്നിട്ട് എപ്പോഴും എങ്ങനെ വ്യത്യസ്തമായിട്ടാണ് വോട്ട് പോകുന്നതെന്നും പറയുന്നതിൽ വലിയ കഥയില്ല. അത് മാത്രമല്ല കാരണം എന്ന് റെജി മനസ്സിലാക്കി. എനിക്ക് ചോദ്യം മനസ്സിലായി. ഞാൻ മറുപടി പറയട്ടെ, ചുരുക്കി സമയമുള്ളൂ. ഞാൻ മറുപടി പറയട്ടെ. അത് വളരെ വ്യക്തമല്ലേ. ജോർജ് സാറിനെ പോലാണ് ഇങ്ങനെ ചോദിക്കരുത്. കാരണം സാറേ ഞാനെന്ന് പറയട്ടെ, ലെറ്റ് മീ പ്ലീസ് അലോ മീ ഫ്യൂ ഇത് കേൾക്കൂ. അതായത് BJPയുടെ ആദ്യത്തെ
സാറേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, BJPയുടെ മോദി സർക്കാരിന്റെ ആദ്യ ഊഴത്തിൽ ആ സർക്കാർ കാണിച്ച രാജ്യത്തെ വിഭജനാത്മകമായ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിനൊക്കെ എതിരെ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്തു. അതിന് രാഹുൽ ഗാന്ധിയുടെ വരവൊരു കാരണമായിരുന്നു. ഈ കഴിഞ്ഞ തവണ അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ പറയുന്ന അങ്ങനെയാണ്. നിങ്ങളെങ്ങനെയാണ് 2021 99 സീറ്റോടുകൂടി കേരളത്തിലെ ജനങ്ങൾ LDFന് അധികാരത്തിലേറിയത്? അത് രണ്ട് സിനാറിയോ സാറിന് എന്നേക്കാളും അറിയാം. സാറിപ്പോൾ BJPയുടെ പാടി പോകുന്നതുകൊണ്ട് തോന്നുന്നൊരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ ഞങ്ങൾ ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ഞങ്ങൾ ആരും ഒരിക്കലും ദേശീയ തലത്തിൽ കോൺഗ്രസ് നശിച്ചു പോകണമെന്ന് പറയാറില്ല. രാജീവ് ചന്ദ്രശേഖരൻ സാറെ, കേരളത്തിലെ BJPയുടെ വളർച്ച മാക്സിമം എത്തിക്കഴിഞ്ഞ് 19.5% കഴിഞ്ഞ തവണ. ഇനി അത് മുന്നോട്ട് പോകത്തില്ല. കാരണം ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സുരേഷ് ഗോപി സ്പോൺസർ ചെയ്ത്, BJP സ്പോൺസർ ചെയ്ത്, കോൺഗ്രസ് സ്പോൺസർ ചെയ്ത ഒരു പാവ സ്ത്രീകൾ തെരുവിലിറക്കി സമരം കേരളത്തിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം 3 തവണ അദ്ദേഹം റെയിൻകോട്ട് ഇങ്ങനെ മാറ്റി പറയരുത് കേട്ടോ. ആശാസമരത്തിന്റെ ചർച്ചയിൽ താങ്കൾ തുടക്കത്തിൽ വന്ന് അവരുടെ അനുഭാവം പ്രകടിപ്പിച്ച് ആ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറയരുത്. വളരെ മോശമായി പോയി. തീർച്ചയായിട്ടും ആ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും. അല്ല പിന്നെ എന്ത് ഈ സ്പോൺസേഡ് സമരം എന്നൊക്കെ പറയുന്ന ആശമാർക്ക് സ്വന്തമായി സമരം ചെയ്യാനുള്ള ശേഷിയില്ല എന്നാണോ? അവർക്ക് അവരുടെ വിഷയത്തെക്കുറിച്ച് ധാരണയില്ല എന്നാണോ? അവരവരുടെ പട്ടിണിയിൽ നിന്നാണ് സമരം ചെയ്യുന്നത്. അല്ല സ്മൃതി അവരുടെ ഒത്തുതീർപ്പ് എത്തണമെന്നും അവരോടുള്ള സഹതാപവും ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം ഉയർത്തിയിരുന്നു. പക്ഷെ അതോടൊപ്പം പറഞ്ഞ വേറൊരു വാചകമുണ്ട്, നിങ്ങളത് വിഴുങ്ങുക. കേന്ദ്ര സർക്കാരാണ് അവരെ അവഗണിക്കുന്നതെന്നും അതിനെതിരെയാണ് അവർ പ്രതികരിക്കുന്നതോട് പറഞ്ഞത്. നിങ്ങൾ വിഴുങ്ങിയാണ് സംസ്ഥാന സർക്കാരാണെന്ന് പറയുമ്പോൾ അത് വിഴുങ്ങിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് കൂട്ടലാണ് പ്രധാനപ്പെട്ട വിഷയമെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവരെ തൊഴിലാളികളായി അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങളും അവരെ തൊഴിലാളികളായി അംഗീകരിക്കില്ല എന്ന നിലപാടുമാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓണറേറിയം കൂട്ടണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. നിങ്ങൾ പറയുന്നു ഇൻസെന്റീവ് ആണ് കൂട്ടേണ്ടതെന്ന്, നിങ്ങൾ പറയുന്നു തൊഴിലാളിയായി ആദ്യം അംഗീകരിക്കുമെന്ന്. അവരെ സംബന്ധിച്ച് ഓണറേറിയം കൂട്ടണം, അവരുടെ ആവശ്യം സംസ്ഥാന സർക്കാരിനോടാണ്. അപ്പോൾ പറയുന്നു ഈ പറയുന്ന ആശമാർക്ക് നട്ടല്ലില്ല എന്ന്, കേന്ദ്രത്തോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള നട്ടല്ലില്ല എന്ന്. കേന്ദ്രത്തോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള നട്ടൽ ആർക്കാണ് ഇല്ലാത്തത്? ആശമാർക്കല്ലേ? എന്തിനാ എന്നെ തടയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സന്നദ്ധ സംഘടന ആ സേവകരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെങ്കിൽ അവർക്കല്ലേ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ 10 ലക്ഷം നിങ്ങൾക്ക് ഓണറേറിയം കൂട്ടാൻ ഞാൻ ഇന്നലത്തെ കാര്യം അല്ലല്ല, അവിടെ ആ അംഗീകാരം കിട്ടിയിട്ട് വേണ്ടെന്നേ ഇവിടെ ഓണറേറിയം കൂട്ടാൻ. എന്തിനാണ് വെറുതെ ഇനി ആ ചർച്ചയിലേക്ക് പോകുന്നത്? ദിവസവും അത് തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അടുത്ത ദിവസം നമുക്ക് അതിലിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം ഞങ്ങളല്ലേ. ഇന്നലെ സുരേഷ് ഗോപി പറയിപ്പിക്കാതെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയലെന്ന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയലെന്ന് കേന്ദ്രമന്ത്രി പ്രസക്തി നഷ്ടപ്പെട്ടില്ലേ? അല്ലല്ല, സുരേഷ് ഗോപി അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ ഇനി തീരുമാനമായിട്ട് വന്നാൽ മതി എന്ന് അവർ തന്നെ പറയുകയാണ് ഉണ്ടായതെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരി, നമുക്ക് വിഷയം മാറ്റണ്ട. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഇത്രയും രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ കെ സുരേന്ദ്രൻ ഈ 5 വർഷം കൊണ്ട് എന്ത് നേടി? സ്വന്തമായി നേടിയതല്ല, പാർട്ടിക്ക് വേണ്ടി എന്ത് നേട്ടം ഉണ്ടാക്കി എന്നൊരു ചോദ്യമുണ്ടല്ലോ. കെ സുരേന്ദ്രൻ എന്ത് നേട്ടം ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് താങ്കളൊരു വിലയിരുത്തൽ എന്താണ്? ഈ 5 വർഷം അദ്ദേഹം ഈ ശബരിമല പ്രക്ഷോഭത്തിലൂടെ ഒരു വലിയ താരപരിവേഷത്തോടു കൂടിയൊക്കെ അദ്ദേഹം എത്തുന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇപ്പോൾ വോട്ട് ശതമാനമൊക്കെ കൂടിയിട്ടുണ്ട്, വോട്ട് ഷെയറൊക്കെ കൂടിയിട്ടുണ്ട്. അത് കൂടി എന്ന് പറയുമ്പോഴും അത് ഈ പാർട്ടി അധ്യക്ഷന്റെ ഒരു നേട്ടമായി തന്നെ വിലയിരുത്താമോ? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നേട്ടം അത് എൻ്റെ നേട്ടമാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അല്ല, നോക്കൂ, ഒരു വലിയ ഹൈപ്പോട് കൂടി വലിയ പാർട്ടി അണികൾക്ക് വലിയ ശ്രീ റജി, ചോദ്യം എന്നോടാണ്. ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് വലിയ ഹൈപ്പ് കിട്ടിയിരുന്നതാണ്. പ്രത്യേകിച്ച് ശബരിമല സമരനായകൻ എന്നൊക്കെയുള്ള പ്രതിച്ഛായ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ അതിന് ഒത്ത രീതിയിലത്തേക്കുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് 2 രീതികളിലില്ല. ഒന്ന്, രാഷ്ട്രീയമായിട്ട് സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകുന്നതിലില്ല. 2, സംഘടനയെ ഒറ്റ യൂണിറ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതിലില്ല.
അദ്ദേഹം ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് BJP എത്രത്തോളം അതിൽ ഫാക്ഷൻസ് ഉണ്ടായിരുന്നു, വിവിധ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് കൂടുതൽ ശക്തി പ്രാപിച്ചുവെന്നും ഇത് തമ്മിലുണ്ടായിരുന്ന വിദ്വേഷം കൂടുതൽ വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റു പ്രത്യേകിച്ചുള്ള ഗുണങ്ങളൊന്നും തന്നെ ഈ സംഘടനാപരമായിട്ടുണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ ഉണ്ടായതെന്ന് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോ 2021 ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ള ലിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വായിക്കുമ്പോൾ അതിൽ മാനന്തവാടിയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അനൗൺസ് ചെയ്തിട്ട് അരമണിക്കൂറിനകം ആ സ്ഥാനാർത്ഥി നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞ പോലും കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സംഘടനയിൽ ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന കാര്യത്തിൽ പോലും പ്രശ്നമുണ്ടായിരുന്നു. അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ 3 സ്ഥലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഗുരുവായൂരടക്കം അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് താഴെ പോയതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അന്നും ഞാൻ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായമുണ്ട്, 140 സീറ്റുകളിൽ BDJS ഒന്നുമില്ലാതെ BJP ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ പോലും അവർക്ക് 140 ഇടത്തും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ അധ്യക്ഷന്റെ ഒപ്പില്ല എന്നതിന്റെ പേരിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോയിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നീട് ഉണ്ടായിരുന്നത് കുറേയധികം ഈ അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് ആരോപണങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പോലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള ഒരു പേര് വിളിച്ചുകൊണ്ട് ഇവരെ ആക്ഷേപിക്കുന്നത്. പിന്നെ തന്നെയല്ല, വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകന്റെ നിയമനമടക്കം, കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പല പ്രസ്താവനകൾ അനവസരത്തിലുള്ളതായിരുന്നു, വർഗീയ നിറം ചാർത്തപ്പെട്ട പല പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഇപ്പോ തുപ്പലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ തന്നെ ഒരു പാർട്ടിയുടെ നേതാവ് തെളിവുകളോടുകൂടി അത് ആ രീതിയിലത്തേക്ക് പറയേണ്ടതാണോ അല്ലയോ, എത്രത്തോളം ഉത്തരവാദിത്ത ബോധം അതിൽ പുലർത്തേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും അങ്ങനെയുള്ള പല പരസ്യ പ്രസ്താവനകളോടും യോജിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവമാണ്, നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ ചിത്രം ഫേസ്ബുക്കിൽ പരസ്യമായി ഇട്ടുകൊണ്ട് അദ്ദേഹമാണ് എതിർ രാഷ്ട്രീയ ക്യാമ്പിന് വേണ്ടി ചരടുവലി നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് യാതൊരു വിധത്തിലുള്ള തെളിവുകളും നിരത്താതെ വെറുതെ കേവലമായിട്ടുള്ള ആരോപണങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. താങ്കൾ പറഞ്ഞതിന് ചുരുക്കം ഇതാണ്, പാർട്ടിക്ക് അങ്ങനെ ഒരു നേട്ടമായിട്ടല്ല കെ സുരേന്ദ്രന്റെ 5 വർഷം എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കാം, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ BJP ഒരു വലിയ നേട്ടമായിട്ട് അദ്ദേഹത്തിന്റെ കാലയളവിനെ കുറിച്ചുള്ള ഒരു വലിയ നേട്ടമായിട്ട് പറയുന്നത് 11 അസംബ്ലി സെഗ്മെന്റുകളിൽ ഒന്നാമതാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 11-ൽ 6 എണ്ണം സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ്. തൃശ്ശൂരിലുള്ള 7 അസംബ്ലി സെഗ്മെന്റുകളിൽ 6 എണ്ണത്തിലും സുരേഷ് ഗോപിയാണ് ഒന്നാമത് വന്നത്. അതിന് പകരമായിട്ട് അസംബ്ലി സെഗ്മെന്റുകളിൽ അതേ വിജയ സാധ്യതയുള്ള 6 പേരെ തൃശ്ശൂരിൽ നിന്ന് BJPക്ക് കാണിക്കാനായിട്ട് കഴിയുമെങ്കിൽ അത് സുരേന്ദ്രന്റെ നേട്ടമാണ്, അതല്ല എങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ നേട്ടമാണ്. മറ്റൊരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിനെ പാർട്ടി അധ്യക്ഷന്റെ നേട്ടമായിട്ട് കാണിച്ചത് കൊണ്ട് കാര്യമില്ല. ആനുപാതികമായിട്ടുള്ള വളർച്ച അദ്ദേഹത്തിന് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ കണക്കുകൾ പറയുന്ന വസ്തുതയാണ്. ശരി, ശ്രീ NP ചെക്കുട്ടി, എനിക്ക് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട്. കെ സുരേന്ദ്രൻ എന്ന നേതാവ് 5 വർഷക്കാലം പാർട്ടിക്ക് എന്ത് സംഭാവന നൽകിയെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു എന്താ പറയുക, തീർത്തും ഒരു നമ്മൾ തള്ളിക്കളയേണ്ട ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 2 കാര്യങ്ങളാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു പൊതുവിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന്, പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് വന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് മറ്റ് തരത്തിലുള്ള പല വൈരാഗ്യങ്ങളും വിരോധങ്ങളും കേരളീയ സമൂഹത്തിലുണ്ടാവും. അത് വളരെ സ്വാഭാവികമാണ്. അതിനപ്പുറം കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനോട് വളരെ ശക്തമായ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം പ്രവർത്തിക്കേണ്ടി വന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയും. പക്ഷേ ഒരു തെറ്റ് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ ഒരേ സമയത്ത് മത്സരിച്ചു. ഹെലികോപ്റ്ററിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരവില. ഹെലികോപ്റ്ററിൽ ആകാശത്തൊന്നും വോട്ടർമാരില്ലാത്തതുകൊണ്ട് ആ 2 മണ്ഡലത്തിൽ അദ്ദേഹം തോറ്റുപോയി. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒരു പക്വതയുള്ള ആളായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ ജയിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ചില മണ്ടത്തരങ്ങൾ പറ്റിയെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് BJP വളർത്തുന്നതിൽ കുറേയൊക്കെ മുന്നോട്ട് പോന്നിട്ടുള്ള ഒരു നേതാവായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലോ മറ്റേതെങ്കിലും തലത്തിലോ റെക്കമെൻഡേഷൻ കിട്ടുമെന്ന് ഞാൻ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. നമുക്കിനി അറിയേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ NP ചെക്കുട്ടി, അഡ്വക്കേറ്റ് N ലാൽകുമാർ, ശ്രീജിത്ത് പണിക്കർ, റെജി ലൂക്കോസ്, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ജോർജ് പൊടിപ്പാറ, കെ ഷാജി. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.